ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ചമ്മട്ടിയുടെ ഏറ്റ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രായശുദ്ധ അഭിഷേകത്തിലായിരിക്കാൻ തമ്പുരാന്റെ അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ചമ്മട്ടിയുടെ ഏറ്റ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രായശ്ചിത്ത അഭിഷേകത്തിലായിരിക്കാൻ തമ്പുരാന്റെ അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ചമ്മട്ടിയുടെ ഏറ്റ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രായശ്ചിത്ത അഭിഷേകത്തിലായിരിക്കാൻ തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരേറ്റവും സ്നേഹമുള്ള സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 120ാമത്തെ സെഷനാണല്ലോ ഇത്. 3-ാം പ്രമാണത്തെക്കുറിച്ചുള്ള 50ാമത്തെ സെഷനും ഒപ്പം നമ്മൾ പരിശുദ്ധ അമ്മയുടെ പള്ളിക്കൂടത്തിലിരിക്കുന്ന 19ാമത്തെ സെഷനുമാണ്. നമ്മൾ ഇന്നത്തെ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ലഘുപുസ്തക പരമ്പരയുടെ 10ാമത്തെ പുസ്തകം ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നവർ എന്നാണ് നമ്മുടെ ഒരു വിഷയം അത് ചർച്ച ചെയ്യുന്നത്, ധ്യാന വിഷയമാക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികളെ ആർക്കെങ്കിലും നശിപ്പിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പെട്ടെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതികളെ ആർക്കും തകർക്കാൻ പറ്റുകയെന്നാണ്. എന്നാൽ വാസ്തവം അങ്ങനെയല്ല. ദൈവം മാലാഖമാരെയും മനുഷ്യരെയും സ്വതന്ത്ര മനസ്സോട് സൃഷ്ടിച്ചപ്പോൾ അതിന് ഭാഗമായിട്ട് വന്ന ഒരവസ്ഥയാണ് മാലാഖമാരെ കുറിച്ചും മനുഷ്യരെ കുറിച്ചും ദൈവം വെച്ചിരിക്കുന്ന പദ്ധതികളെ പൂർത്തീകരിക്കാനോ തകർക്കാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഇരു കൂട്ടർക്കും അങ്ങനെ കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യരല്ല, മാലാഖമാര് ദൈവത്തിൻ്റെ പദ്ധതികൾ മനസ്സിലാക്കിയിട്ട് അവയോട് സഹകരിക്കാതിരുന്നാൽ ആ പദ്ധതികൾ നടക്കാതെ പോകും. അങ്ങനെ നടക്കാതെ പോകുന്നുണ്ടോ ദൈവത്തിൻ്റെ പദ്ധതി വല്ലതും എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, മനുഷ്യരുടെ കാര്യത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ നടപ്പിലാകുന്നവയേക്കാൾ കൂടുതൽ നടപ്പിലാകാതെ പോകുന്നവയാണ്. ഇത് കേൾക്കുമ്പോൾ നെറ്റ് ചൊടിയാൻ തോന്നുന്നുണ്ടാവും, അച്ഛാ അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ നടപ്പിലാകാതെ പോകുന്ന കൊണ്ടാണ് ഈശോ സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിൽ ഇതുപോലെ ഭൂമിയിലും ആകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. രാജ്യം വരുന്നില്ല, തിരുമനസ്സോട് നടപ്പിലാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. എന്നാലും ഇത് ശരിയാണോ? ചിന്ത വരാം. ഇത് ശരിയാണോ ഇല്ലെന്ന് അറിയാനായിട്ട് ഒറ്റ കാര്യം ചിന്തിച്ചു. പറുദീസ ദൈവം മനുഷ്യനെ നിയമിച്ചാക്കി ആദോവയും പറുദീസ സംവിധാനം ചെയ്തു. എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മനുഷ്യ മക്കള് ദൈവത്തിൻ്റെ സാന്നിധ്യ സാമീപ്യം അനുഭവിച്ച് പറുദീസയിൽ വേണം ജീവിക്കാൻ. ആ ഒന്നാമത്തെ പദ്ധതി മനുഷ്യന് വേണ്ടി ഉള്ളത് തന്നെ തകർന്നില്ലേ? സാത്താൻ്റെ ഇടപെടലും മനുഷ്യന്റെ ജാഗ്രത കുറവും തകർന്നു. തമ്പുരാൻ വലിയ സ്നേഹത്തോടെ വിഭാവനം ചെയ്ത പറുദീസ അടച്ചുപൂട്ടി. വാതക്കില് കറങ്ങുന്ന ഒരു വാള് കെരൂബ് മാലാഖയെ കാവൽ നിർത്തി. എന്നിട്ട് ഈ പ്രിയപ്പെട്ട മനുഷ്യ മക്കള് ഈ ഭീകരമായ ദുരിതങ്ങളും സഹനവും നിറഞ്ഞ ഒരു ലോകത്തിലേക്ക്
നാരകീയ അവസ്ഥയിലേക്ക് ഇറങ്ങി പോകുന്നത് കണ്ട് തമ്പുരാൻ വേദനയോടെ നിൽക്കേണ്ടി വന്നു. അവിടെ മുതൽ തുടങ്ങിയ തകർക്കലുകളാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഈശോ പറഞ്ഞ ജെറുസലേമിനെ നോക്കി ജെറുസലേം ജെറുസലേം, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകേൻ്റെ കീഴിൽ ചേർക്കുന്നവർ നിങ്ങൾ ചെറുക്കൻ എന്തുമാത്രം ആഗ്രഹിച്ചു, നിങ്ങൾ വിസമ്മതിച്ചു. അവിടെ കല്ലുമേ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന ദിവസം വരുന്ന കരയുക ഈശോ. ഞാൻ വിചാരിക്കാറുണ്ട്, വത്തിക്കാന് പകരം തിരുസഭയുടെ കേന്ദ്രമായിട്ട് ഒരുപക്ഷെ ഈശോ ആഗ്രഹിച്ചത് ജെറുസലേമായിരുന്നിരിക്കണം. ജെറുസലേം, റോമിന് പകരം ജെറുസലേം. പക്ഷെ അത് തിരസ്കരിച്ചു അവർ. അതുകൊണ്ട് വിജാതീയ സ്ഥലമായ റോം, അവിടെ പത്രോസിന്റെ വലിയ ജീവിത ബലിയും കബറിടവും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും, അത് ഒരുപക്ഷെ ഇവിടെയാണ് ഉയരേണ്ടിയിരുന്നത്. ഈശോ കരയുന്ന കണ്ടില്ലേ? ഇങ്ങനെ എത്ര അനുഭവങ്ങൾ. ഇതൊക്കെ ഒരു വിചിന്തനമാണ് ഈ പുസ്തകം. നമ്മുടെ ജീവിതത്തിന് ദൈവത്തിൻ്റെ ഒരുപാട് പദ്ധതികൾ തകരുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇതാണ് വലിയ നൊമ്പരം, ഇതാണ് ഗൗരവമുള്ള വിഷയം. നമ്മുടെ ജീവിതം ഇപ്പൊ പോകുന്ന പോലെ പോകുന്ന കണ്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടോ? ജെറുസലേം ഇതുവരെയും കല്ലുമ്മേ കല്ല് ഇല്ലാത്ത എല്ലാം തകർന്നു കിടക്കുന്ന ആലയത്തിന്റെ വേദിയാണ്. അവിടെ ദേവാലയം ഇല്ല ഇതുവരെയും. 735 അവിടെ ഒരു വിജാതീയ ആരാധനാലയം ഉണ്ടാക്കി ജെറുസലേം ദേവാലയം അടിയെ കളഞ്ഞു. ഒരു കല്ലിന് മുകളിൽ വേറെ കല്ലില്ല, ഈശോ പറഞ്ഞ വാക്ക് തന്നെ. അതുമുതൽ ഇതുവരെയും അവിടെ ദേവാലയം ഇല്ല. അങ്ങനെ കിടക്കുന്നു. അതിൻ്റെ ആ ദേവാലയ മുറ്റത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള വലിയ ഒന്നത്തെങ്ങിൻ്റെ പൊക്കമുള്ള മതിലിൻ്റെ താഴ്വാരത്തിൽ ആ മുറ്റത്ത് വന്ന് നിന്നുകൊണ്ട് യഹൂദന്മാർ ഈ വലിയ കല്ലേലും ഈ മതിലിൻ്റെ കല്ലേൽ ഇങ്ങനെ കൈ വെച്ച് തലമുട്ടിച്ച് ഇങ്ങനെ കരയുന്നു. വിലാപത്തിൻ്റെ മതിൽ അവർ കള്ളാസ് കുറിച്ച് നിയോഗം തന്നെ പുത്തിക്കൂടെ എല്ലാം വെച്ചിരിക്കുന്നു. അവർക്ക് അവിടെ വന്ന് പ്രാർത്ഥിക്കാനല്ലാതെ അവരുടെ പ്രിയപ്പെട്ട ജെറുസലേം ദേവാലയം ആ മുറ്റത്ത് കയറാൻ അനുവാദമില്ല. ഇത് ഇവരെ കരച്ചിലിന്റെ വിലാപത്തിന്റെ മതിലാണെങ്കിൽ തമ്പുരാനും അതൊരു വിലാപത്തിന്റെ സ്ഥലമല്ലേ? എന്തുകൊണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും കണ്ടിട്ട്, പല കരച്ചിലിൻ്റെ കണ്ടിട്ട് തമ്പുരാൻ അതിനേക്കാൾ കൂടുതൽ വേദനിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതികളെ തകർക്കുന്നവർ നമ്മളും. ഇത് നമ്മൾ തിരിച്ചറിയണ സ്നേഹമുള്ളവരെ. ആ ഒരു ആശയം ഒന്ന് വചന വെളിച്ചത്തിൽ പങ്കുവെക്കുകയാണ് ഈ ഒരു പുസ്തകത്തിലൂടെ. ഞാൻ പറഞ്ഞ പോലെ പുസ്തകം വരുത്താൻ ആഗ്രഹിക്കുന്നവർ അഡ്രസ്സ് ഇവിടെ കൂടെ എഴുതി കാണിക്കുന്ന നമ്പറിൽ കൊടുക്കുക, കോണ്ടാക്ട് ചെയ്യുക. ബാക്കി അതിനോട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഇന്നത്തെ വിചിന്തനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അമ്മയുടെ പള്ളിക്കൂടത്തിൽ നമ്മൾ ദുഃഖത്തിൻ്റെ 2ാം ദിവ്യരഹസ്യമാണല്ലോ ചമ്മട്ടി അടിക്കപ്പെടുന്ന ഈശോ. ചമ്മട്ടി അടിക്കപ്പെടുന്നു. ഈ രംഗം വായിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വരും, ഈശോയെ കൽത്തൂണിൽ കെട്ടി ചമ്മട്ടി കൊണ്ട് അടിച്ചു പടയാളികൾ. കൽത്തൂണിൽ കെട്ടി ഇടാതെ ഈശോയെ അടിക്കാൻ നോക്കിയിരുന്നെങ്കിൽ ഈശോ ഓടിപ്പോകുമായിരുന്നോ? മറ്റേതെങ്കിലും കുറ്റവാളിയാണെങ്കിൽ അങ്ങനെ അടിക്കുമ്പോൾ കെട്ടിയിട്ടില്ലെങ്കിൽ അടി ഓങ്ങുമ്പോഴേ വിട്ടുപോകും. അവൻ ചാടി മതിൽ ചാടി എതിരാന്ന് കേട്ടത്ര ഓടി ചാടിപ്പോവും. അല്ലെ ആൾക്കാരെ കുത്തി വീഴ്ത്തിട്ട് പോകും, ഇടിച്ചു വീഴ്ത്തിട്ട് പോകും. അവിടെ കെട്ടിയിടേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ ഈശോയെ കെട്ടിയിട്ടത്. പക്ഷെ ഈശോയെ കെട്ടിയിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ? ഈശോയെ കൽത്തോണിൽ ഈ കയറുകൊണ്ട് ഇങ്ങനെ 2 കൈയും കെട്ടി ഇടാതെ ചമ്മട്ടി അടിച്ചിരുന്നെങ്കിലും ഈശോ പോകുമായിരുന്നില്ല. ഈശോയെ കൽത്തോണിൽ കെട്ടിയിട്ടിരിക്കുന്ന യഥാർത്ഥ കയറുകൊണ്ടല്ല, ഈശോയുടെ ഉള്ളിലെ സ്നേഹം കൊണ്ടാണ്. മനുഷ്യ മക്കളോടുള്ള സ്നേഹം, ആബാപിതാവുള്ള സ്നേഹം നമ്മൾ കണ്ടില്ലേ? പിതാവിൻ്റെ പക്കലുള്ള അനുഭവം ഈശോയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന അനുഭവം അതാണ്. ആ അനുഭവത്തിൽ നിന്ന് വരുന്നതാണ് ദൗത്യ അഭിഷേകം, മിഷൻ, ബലിയാകണം, രക്ഷാകര സംഭവം. ഇത് ഈശോയുടെ ഉള്ളിലാണ് നിൽക്കുന്നത്. അത് കയറുകൊണ്ട് കെട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ സെഷൻ നമ്മൾ കാണുകയുണ്ടായി, ഗെത്സമനേ ഈശോയ്ക്ക് വേണ്ടി രക്ഷപ്പെടാമായിരുന്നു, ഓടിപ്പോകാമായിരുന്നു, മലാഖമാരെ വിളിച്ച് കൊങ്ങിന് പോകാമായിരുന്നു. ആരും കാണാൻ നോക്കാനും ഇല്ല, ആരും കാവൽ നിൽക്കുന്നില്ല രാത്രിയിൽ. ഈശോ പോയില്ല, ഈശോയ്ക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ കഴുത്തുവേണ്ടി കെട്ടപ്പെട്ട ഈശോ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ഉള്ളത്തിൻ്റെ ഈ ഒരു തമ്പുരാന് വേണ്ടിയുള്ള നിലകൊള്ളൽ നമ്മൾ ശ്രദ്ധിക്കണം. തമ്പുരാന് വേണ്ടിയുള്ള നിലകൊള്ളൽ, ഈശോയുടെ ഉള്ളാണ് അവിടെ ഈ കഴുത്തൂനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. നമ്മൾ ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിയപ്പോൾ
നമ്മുടെ നിയോഗം ചേർത്തത് പ്രായശ്ചിത്ത അഭിഷേകത്തിലായിരിക്കാം നമ്മളാണ് അപേക്ഷിക്കണേ. പ്രായശ്ചിത്തം, പരിഹാരം, അങ്ങനത്തെ ഒരു അഭിഷേകം, പരിഹാരത്തിൻ്റെ ഒരു ജീവിതം, അങ്ങനത്തെ ഒരു ചിന്തയാണ് എൻ്റെ ഉള്ളിൽ നിറഞ്ഞു വരുന്നത്. അതിന് ഒന്ന് ഈശോയുടെ ഈ ഉള്ളിൻ്റെ സമർപ്പണമാണ്. അതേപ്പറ്റി അത് ഈശോയുടെ ബോധ്യമാണ്. ഈ പരിഹാരത്തിലൂടെയാണ് ഞാൻ രക്ഷ നേടുന്നത്, നേട്ടം കൈവരിക്കുന്നത്, വിജയം വരിക്കുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞെങ്കിലേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. അതുകൊണ്ട് ഗോതമ്പ് മണി മണ്ണിനകത്തേക്ക്, ചെളിക്കകത്തേക്ക് താഴ്ന്ന് കിടക്കാൻ സ്വയം വിട്ടു കൊടുക്കുകയാണ്. വെള്ളം കുതിർന്നിറങ്ങുകയാണ്, അതിൻ്റെ തോടിനെ കുതിർത്തിട്ട് പൊട്ടിക്കുകയാണ്, അങ്ങനെ ഇല്ലെന്നാവുകയാണ്. മുളച്ചു പൊങ്ങുമ്പോൾ മുളച്ചു പൊങ്ങിയ ഗോതമ്പ് ചെടിയുടെ ചുവട്ടിൽ പോയി ഒരു മാസം കഴിഞ്ഞ് മതി നോക്കിയാൽ ആ ഗോതമ്പ് ധാന്യം കാണുകയല്ല, അതിന് തോട് പോലും കുശുത്തു പോയി കാണും, ഇല്ലെന്നായിപ്പോയി. അങ്ങനെ ഒരു ശൂന്യമാകൽ, അതൊരു ബോധ്യമായിട്ട് ഈശോ എടുക്കുകയാണ്. അതുകൊണ്ട് ഈശോ ഈ കെട്ടിയില്ലേലും തൂണേന്ന് ഓടിപ്പോവില്ല, ചമ്മട്ടി വരുമ്പോൾ ഓടിപ്പോവില്ല എന്ന് നമ്മൾ പറയുന്നത്. അതൊരു മനോഭാവമാണ്, പരിഹാരത്തിൻ്റെതായ ഒരു ജീവിതത്തിൻ്റെ ഒരു മനോഭാവം. അതൊരു കാര്യം. രണ്ടാമത്തേത്, ഈ പ്രായശ്ചിത്ത അഭിഷേകം എന്ന് പറയാൻ കാരണം ശരീരത്തിൽ ഈശോ അടിയേൽക്കുകയാണ്, ശരീരത്തിൽ ചമ്മട്ടിയടി ഏൽക്കുകയാണ്. 40 അടി എന്നൊക്കെയാണ് ഒരു കണക്ക്. 40 പ്രാവശ്യം ചമ്മട്ടിക്ക്, അതും ആ ചമ്മട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിലിങ്ങനെ കുർത്തുമൂർത്ത ഇരുമ്പ് തകിടുകളും കഷ്ണങ്ങളും ആണികളും മുള്ളുകളും എല്ലാം പതിപ്പിച്ച് കെട്ടിയിട്ട്, അസ്ഥി കഷ്ണങ്ങൾ മൂർച്ചയുള്ളത്, കൂർത്ത അസ്ഥി കഷ്ണങ്ങളെല്ലാം കെട്ടിയിട്ട് അതിട്ട് വലിച്ചാടി. നമ്മൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ഫിലിമിലൊക്കെ ആ രംഗം വളരെ പച്ചയായ രീതിയിൽ അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ശരീരത്തിൻ്റെ മേലുള്ള ഒരു പീഡയുടെ അനുഭവമാണത്. അതുകൊണ്ട് പ്രായശ്ചിത്തത്തിൻ്റെ ഒരു പ്രത്യേക ചൈതന്യം ഈ ഒരു രഹസ്യം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വരികയാണ്. നമുക്കെല്ലാവർക്കും വേണ്ട ചൈതന്യമാണ് താനും അത്, പ്രായശ്ചിത്ത ചൈതന്യം. വിശുദ്ധിയിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഒരുപാട് ആത്മസംയമനം, സ്വയം നിയന്ത്രണം വേണ്ടി വരുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രഭാഷണ ധ്യാന വിഷയമാക്കിയിട്ടുള്ള ഒരു വചനം ഉണ്ടല്ലോ, 25-ാമത്തെ വാക്യം, 24-ാമത്തെ വാക്യം. യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കും. ഒരു ക്രൂശീകരണം. ഇവിടെ മരക്കുരിശില്ല, ഇരുമ്പാണി ഇല്ലാത്ത അവസ്ഥയിലുള്ള ക്രൂശീകരണമാണ്. ജഡത്തെ ക്രൂശിക്കുകയാണ്. പ്രായശ്ചിത്തം, പരിഹാരം എന്നൊക്കെ പറയുമ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളെല്ലാം അമ്മ ആവശ്യപ്പെടുന്ന ഒരു കാര്യം പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം, പരിഹാരം ചെയ്യണം. ഫാത്തിമയിലെ സന്ദർശനത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. അവിടെ കുഞ്ഞുങ്ങളോട് അമ്മ സംസാരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ദർശനം അമ്മ അവർ കാണിച്ചു കൊടുത്തു. സ്വർഗത്തിലെ പിതാവായ ദൈവത്തിൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് കുഞ്ഞുങ്ങൾ വിഷമിച്ചു. കാരണം ചോദിക്കുമ്പം അനേകർ നരകത്തിൽ പോകുന്ന മക്കളെ എന്ന് പറഞ്ഞു. നരകം കാണിക്കാമെന്ന് ചോദിച്ചപ്പോൾ അമ്മ മറ്റൊരു ദർശനം നരകം കാണിച്ചു കൊടുത്തു. നരകത്തിലെ ഭീകരമായ അവസ്ഥ കണ്ട് കുഞ്ഞുങ്ങൾ ഞടുങ്ങി, അവർ വിറങ്ങലിച്ചു. അതുമുതൽ അവരുടെ ജീവിതം, ഈ 8 പൊട്ടത്തിലെ കുഞ്ഞുങ്ങളുടെ ജീവിതം വേറൊന്നായി മാറി എന്ന് നമ്മൾ ഈ വേദിയിൽ കുറേ മാസങ്ങൾക്ക് മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓർമ്മിക്കുന്നുണ്ടാവും. ഒരിക്കലും മറക്കരുതത് ഫാത്തിമയിലെ കുഞ്ഞുങ്ങളുടെ അനുഭവം. അതുവരെയും കളിച്ചും ചിരിച്ചും, കുഞ്ഞു പ്രായമല്ലേ കുഞ്ഞുങ്ങൾ, കുസൃതി കാണിച്ചും ഒക്കെ ആടുമേച്ച് നടന്നിരുന്ന അവർ അത്യാവശ്യം പ്രാർത്ഥിക്കും, നല്ല പിള്ളേർ. പക്ഷെ ഈ സ്വർഗ നരക ദർശനങ്ങൾ വശത്തി അമ്മ കാണിച്ചു കൊടുത്തു. അതേപോലെ ലൂസിയ തൻ്റെ ആ ഒരു പങ്കുവെക്കലിൽ, ഫാത്തിമ ഇൻ ലൂസിയാസ് ഓൺ വേർഡ്സ്, ഈ പുസ്തകത്തിൽ ലൂസിയ പറയും നരകത്തെക്കുറിച്ചൊക്കെ പറയാൻ പോലും നമുക്കാർക്കും ഇഷ്ടമില്ല. അങ്ങനെ നരകത്തെക്കുറിച്ചും ചെകുത്താനെക്കുറിച്ചൊക്കെ പറഞ്ഞ ആൾക്കാർ പേടിക്കുക, പറയണ്ട എന്നാണ് വിശ്വാസ ഭക്തിയുള്ള നല്ല ആൾക്കാർ പോലും നമുക്കിടെ ചിന്തിക്കുന്നത്. പക്ഷേ സ്വർഗം അങ്ങനെ അല്ല ചിന്തിക്കുന്നത്. നരകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമല്ല, തനി നരകം കാണിച്ചു കൊടുത്തു. ആർക്ക്? ലൂസിയ ഈ പ്രശ്നത്തിൽ എടുത്ത് ഞാൻ വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. തനി നരകം തന്നെ കാണിച്ചു കൊടുത്തു. ആർക്ക്? ഈ 8 പൊട്ടും തിരിയാത്ത
6.5 വയസ്സും 8 വയസ്സും 10, 11 വയസ്സുള്ള പൊടി കുഞ്ഞുങ്ങൾക്ക് തന്നെ നരകം കാണിച്ചു കൊടുത്ത് അവർ വിറങ്ങലിച്ചു പോയി. അവർ ഭയന്ന് വിറച്ച് ചത്തുപോയേക്കാം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് ലൂസിയായ വസ്തു എഴുതുന്നുണ്ട്. ലൂസിയ സിസ്റ്ററായിട്ട് സർക്കാർ ജീവിക്കുമ്പോൾ അവരുടെ ബിഷപ്പ് ആവശ്യപ്പെട്ടിട്ട് ഫാത്തിമ ദർശനം ഉണ്ടായ നാളുകളിലെ അനുഭവങ്ങൾ ഓർമ്മയെന്ന് കുറിച്ച് വെച്ചിരിക്കുന്ന പുസ്തകമാക്കിയിരിക്കുന്ന ഇത്. അപ്പോൾ അതിനകത്ത് ലൂസിയ പറഞ്ഞ കാര്യം ഇതാണ്. അപ്പം അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് ഈ പറഞ്ഞ കുഞ്ഞുങ്ങൾ വന്നു. അതോടെ അവരുടെ ജീവിതമാകം മാറി. നമ്മൾ കണ്ട് ഓർമ്മിക്കുന്നുണ്ടല്ലോ, അവർ നിരന്തരം പ്രാർത്ഥനയുടെ കുഞ്ഞുങ്ങളായിട്ട് മാറി. ജപമാല ചൊല്ലി കരം വിരിച്ചു പിടിച്ച് മുട്ടുകുത്തി ഭക്ഷണം ഒഴിവാക്കി, വീട്ടിൽ നിന്ന് കൊടുത്ത് വിടുന്ന ചെറിയ ഭക്ഷണം വഴി കാണുന്ന പാവം കൊടുക്കും, കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം പോലും വരെ കൊടുക്കും. അങ്ങനെ വിശപ്പും ദാഹവും സഹിച്ച് അവരിങ്ങനെ പ്രായശ്ചിത്തം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ബസ്സിക്കുന്ന ചിന്ത ഇതാണ്, ആ നരകത്തിലേക്ക് പോകുന്ന അനേക ആൾക്കാർ അവിടെ ജസീന്ത പിന്നെയും ഓർത്ത് ഓരോ അവസരങ്ങളിൽ പിടച്ചെണ്ണീറ്റ് മുട്ടുകുത്തി കയ്യും വിരിച്ചു പിടിച്ചു പോകും. എനിക്ക് സങ്കടം വരുന്നു, നരകത്തിൽ ആ തീ കിടന്ന് എന്നതാ കത്തുന്ന ആത്മാക്കള് വ്യക്തികളെ കണ്ട് എത്ര പാപം, അവിടെ പോയി ആരും വീഴരുത്. പിന്നെ ദൈവത്തിൻ്റെ നമ്പരം പിതാവിൻ്റെ മുഖം സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് ഇത് മാറ്റാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ? നമുക്ക് പ്രാർത്ഥിക്കാം, പ്രായശ്ചിത്തം അനുഷ്ഠിക്കാം. അങ്ങനെ പറഞ്ഞ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പ്രായശ്ചിത്തം ചെയ്തെടുത്ത് ജ്വലിക്കുന്ന ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട്. വെള്ളം ഭക്ഷണമൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ പക്ഷെ ഉച്ച കഴിയുമ്പോൾ വിശക്കുമ്പോൾ പിള്ളേർ ഈ മരത്തേലൊക്കെ പോയി തപ്പിയുള്ള പിഞ്ചി കായൊക്കെ പറിച്ച് തിന്നാൻ നോക്കും. വിശന്നിട്ട് മേലാഞ്ഞിട്ട് ആ കയ്പും കൂടെ പിന്നെ കഴിച്ചു വെക്കും. വെള്ളം ഇങ്ങനെ കുടിക്കാതെ ദാഹിച്ചു വലയുമ്പം ലൂസിയ അവർക്ക് എഴുതുന്നുണ്ട്, അവർ താഴെ മലയിറങ്ങി പോയി ഒരു വീട്ടിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നു. കാരണം ജസീന്ത ഫ്രാൻസിസോ കിടന്ന് കരച്ചില ദാഹിച്ചിട്ട് മേലെ വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അത് കുടിക്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ്കോ പിതാവായ ദൈവത്തിൻ്റെ നമ്പരപ്പെട്ട മുഖം ഓർത്തു, നരകത്തിൻ്റെ വേദന ലഭിക്കുന്നവരെ ഓർത്തു, നരകത്തിലേക്ക് പോകുന്ന പാപികളെ ഓർത്തു. എന്നിട്ട് ഫ്രാൻസിസ്കോ പറഞ്ഞു, ഞാനിത് കുടിക്കുന്നില്ല, ജസീന്ത നീ കുടിച്ചോ, ഞാനിത് പ്രായശ്ചിത്തമായിട്ട് കാഴ്ചവെക്കുക എൻ്റെ ദാഹം. ഇങ്ങനെ ജസീന്ത ഇങ്ങനെ ആർത്തിയോടെ നിൽക്കുക, ദാഹിച്ചിട്ട് ഫ്രാൻസിസ് കുടിച്ചിട്ട് കിട്ടാൻ വേണ്ടി നീട്ടിയപ്പോഴെ വാങ്ങി മേടിച്ച് കുടിക്കാൻ തുടങ്ങിയപ്പോഴേ ജസീന്തയുടെ മനസ്സിലും ഈ രംഗങ്ങളാണ്. ജസീന്ത പറഞ്ഞു, ഞാനും കുടിക്കുന്നില്ല. ലൂസിയേച്ചി കുടിച്ചോ? ലൂസിയേച്ചി പറഞ്ഞു, ഞാനും കുടിക്കുന്നില്ല, നമുക്കിത് പ്രായശ്ചിത്തമായിട്ട് കാഴ്ചവെക്കാം. അങ്ങനെ കാഴ്ചവെച്ച് ആ വെള്ളം ഒരു പാറ അടിച്ചിട്ട് ഒരു കുഴിക്കകത്ത് ഒഴിച്ചിട്ട് ആടിന് കൊടുത്തുവെന്ന് ലൂസിയ ഈ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ഇങ്ങനെ പോലും അതിനപ്പുറം ഞാൻ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ, ലൂസിയ പറയുകയാണ്, ഈ മരത്തിൽ കൂടെ കിടക്കുന്ന മുള്ളുവള്ളി, എന്തോ ഒരു വള്ളിച്ചെടി മുള്ളുള്ളത് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഇലയെല്ലാം കളഞ്ഞിട്ട് ഉടുപ്പ് പൊക്കി അരയിൽ ഇങ്ങനെ ചുറ്റി കെട്ടിവെച്ച് ഉടുപ്പ് താത്തിയിട്ട് ആരും അറിയാതെ ഇങ്ങനെ അത് കൊണ്ടുകയറുന്ന അവസ്ഥയിൽ ഇങ്ങനെ നടക്കുകയാണ് പ്രായശ്ചിത്തം. പക്ഷത്തെ അമ്മ പിന്നെ പ്രത്യക്ഷപ്പെടെ പറഞ്ഞെന്ന് ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഞാൻ ആ സംഭവം പറയുമ്പോൾ എപ്പോഴും ഓർക്കും, അമ്മ പിന്നെ അവർക്ക് പ്രതിഷ്ഠപ്പെട്ടപ്പോൾ പറയുമെന്ന് ഞാൻ വിചാരിച്ചത് മക്കളെ ഇത് അഴിച്ചുകള എന്നാണ്. പക്ഷേ അമ്മ പറഞ്ഞത്, മക്കളെ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഇത് അഴിച്ചു വെച്ചിട്ട് കിടക്കണം എന്ന് പറഞ്ഞാൽ പകലത് കെട്ടിക്കൊണ്ട് നടക്കുന്നത് എനിക്ക് സന്തോഷമാണ്, ആവശ്യമാണ്. ഇതാണ് അമ്മ സ്വർഗം തന്നെയാണ്. ആബപിതാവേശോ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതുപോലെയുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങള് പ്രവൃത്തികള് ചെയ്യിപ്പിക്കാൻ അമ്മ മുൻകൈ എടുത്തു. അമ്മ ആവശ്യപ്പെട്ടില്ല അവരോട്, പക്ഷെ അമ്മയുടെ ഉള്ളറിഞ്ഞ് ദൈവത്തിന്റെ നൊമ്പരം അറിഞ്ഞ് ഒപ്പിയെടുത്ത് കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ അമ്മ പിന്നെ 6 മാസം അടുപ്പിച്ച് വന്ന് പിന്നെയും വന്നതാണ് അമ്മ അവരുടെ ഒക്കല്. അഴിച്ചു കളയാൻ പറഞ്ഞില്ല. അമ്മയുടെ മനസ്സ് എവിടെയാ നോക്കിക്കേ, അമ്മയുടെ മനസ്സ് എവിടെയാ? പ്രായശ്ചിത്തം എടുക്കണം. ഏതൊരു പാപത്തിനും ഒരു നിയന്ത്രണമില്ലായ്മയുണ്ട്. നമ്മുടെ സുഖ താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്തലുണ്ട്. ഏതൊരു പാപത്തിനും അഴിച്ചുവിടുക, തോന്നുന്ന വഴിക്കങ്ങ് പോയേക്കുക. അതുകൊണ്ട് തന്നെ പുണ്യമെന്ന് പറയുന്നത് ഒരു കൺട്രോളിൻ്റെ ജീവിതമാണ്. സ്വയം നിയന്ത്രണം, ആത്മസംയമനം, നിയന്ത്രണത്തിൻ്റെ ജീവിതമാണ്. പാപത്തിൻ്റെ വഴി എന്ന് പറയുന്നത് നിയന്ത്രണം ഇല്ലായ്മയുടെ ജീവിതമാണ്. പിശാചബാധിതൻ ഒരു നിയന്ത്രണമില്ല, വീട്ടിൽ താമസിക്കാന ഇഷ്ടം പോലെ നടക്കുന്നു, വസ്ത്രം ധരിക്കുന്നില്ല, അററി വിളിക്കുന്നു, കൂകി വിളിക്കുന്നു, ഒച്ചപ്പാടെടുക്കുന്നു, ഉപദ്രവിക്കുന്നു, മറ്റുള്ളവരെ തന്നെ ഇങ്ങനെ നടക്കുന്നു. ഒരു തരത്തിലുള്ള നിയന്ത്രണമില്ല. അവർക്ക് 5:4 പറയുന്ന പോലെ അവനെ നിയന്ത്രിച്ച് നിർത്താൻ ആർക്കും പറ്റുമായിരുന്നില്ല. നിയന്ത്രണമില്ലായ്മയാണ്. അവർ അലറി വിളിക്കും, കൂകി വിളിക്കും. പിശാച് ബാധിതര്, പൈശാചിക വഴി പോകുന്നവർ നിയന്ത്രണമില്ലായ്മ ആൾക്കാരാ. സകല സുഖഭോഗങ്ങളും രസങ്ങളും ആസ്വദിക്കണം, ഇഷ്ടംപോലെ തിന്നണം,
ഈശോ പോലെ കുടിക്കണം, രസിക്കണം, കറങ്ങണം, കിടന്നുറങ്ങണം. ഇങ്ങനെ ശരീരത്തിൻ്റെ പ്രവണതകൾ അനുസരിച്ച് പോവുകയാണ്. റോമ 8 നമ്മൾ ശ്രദ്ധിച്ചാണല്ലോ, ജഡത്തിൻ്റെ പ്രവണതകളൊക്കെ അനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ ജഡത്തിന് കടപ്പെട്ടവരല്ല. 12-ാം വാക്യം റോമ 8. പക്ഷെ ജഡത്തിൻ്റെ പ്രവണതകൾക്ക് അനുസരിച്ചങ്ങ് പോകുന്നു നിയന്ത്രണമില്ലായ്മയിൽ. അതാണ് പാപത്തിൻ്റെ ഒരു വഴി. ഈശോ പറയുന്നില്ല, വിശാലമായ വഴി, നാശത്തിലേക്ക് പോകുന്ന വഴി, അനേകർ പോകുന്ന വഴി അത് തന്നെയാണ്. പക്ഷെ ഇടുങ്ങിയ വഴി, ദുർഘടമായ വഴി, അത് കണ്ടെത്തുന്ന ചുരുക്കം, അത് ജീവനിലേക്ക് പോകുന്നത്. അത് ഞെരുക്കത്തിൻ്റെതാണ്, കുരിശൻ്റെ വഴിയാണ്, സ്വയം നിയന്ത്രണത്തിൻ്റെതാണ്, ചിട്ടയുടേതാണ്, ആത്മസംയമനത്തിൻ്റെതാണ്. ഈ ഒരു പ്രത്യേകത ഈ 2 തരത്തിലും നേരെ കാണാൻ പറ്റും എതിരോടായിട്ട്. ആത്മസംയമനം ഇല്ലായ്മ. അതുകൊണ്ട് തമ്പുരാനോട് ചേർന്ന് പോകുന്ന വ്യക്തികളൊക്കെ തങ്ങളെ തന്നെ നിയന്ത്രിക്കും. അതാണ് മിശിഹായ്ക്കുള്ളവർ തങ്ങളുടെ ജഡങ്ങളെ എല്ലാ വികാരങ്ങളും മോഹങ്ങളോടും ക്രൂശിച്ചിരിക്കുന്നു. ഒരു സ്വയം നിയന്ത്രണത്തിൻ്റെ ചിട്ട, ഒരു ലൈഫ് ജീവിതം. നമ്മൾ പറയല്ലേ, വീണയുടെ അല്ലെ വയലിൻ്റെ ഒക്കെ കമ്പി ഇങ്ങനെ വലിച്ച് ആഹ്വാനത്തിൽ വെച്ചിട്ട് നല്ലപോലെ അത് പിരിച്ച് മുറുക്കും. 2 അറ്റവും ബന്ധിച്ച് വെച്ചിട്ട് വലിച്ച് മുറുക്കി വെക്കുന്ന ആ കമ്പിയിൽ ഇങ്ങനെ തട്ടുമ്പോഴാണ് സ്വരം, മധുര സ്വരം ഉണ്ടാകുന്നത്. കമ്പി വലിച്ച് കിട്ടിയിരിക്കും. അതൊരു ഡിസിപ്ലിൻഡ് ലൈഫാന്ന് പറയാറുണ്ട്. ഇത് വലിഞ്ഞ് നിൽക്കുന്നത് കണ്ട് വിഷമിച്ചെന്നാൽ പിന്നെ അഴിച്ചു വിട്ടേക്കാം, ഇത്ര വലിഞ്ഞ് നിൽക്കണം, അല്ലെങ്കിൽ കുറച്ച് ലൂസാക്കിയേക്കാം, ഇങ്ങനെ ഇളകി കിടക്കട്ടെ. അങ്ങനെ ഇളകി കിടക്കുന്ന ഒരു വീണക്കമ്പയിൽ ഇങ്ങനെ മീട്ടിയാൽ ഒന്നും വരികയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ വേണം. അതുകൊണ്ട് ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടതാണ് കമിഴ്ന്ന് വീണുള്ള പ്രാർത്ഥന. അങ്ങനത്തെ ഒരു ചിട്ടം, നമ്മുടെ തന്നെ ഒരു ബലപ്രയോഗത്തിൻ്റെ ഒരു ചൈതന്യം, ഇത് വിശുദ്ധർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ എബ്രാസ്യാമ്മയും മറിയം ത്രേസ്യയൊക്കെ ഇതിൻ്റെ വലിയ ആൾക്കാരാണ്. വലിയ ഉപവാസവും പ്രായശ്ചിത്വവും ഒക്കെ. മറിയം ത്രേസ്യയുടെ തീർത്ഥാടനത്തിൽ ചെല്ലുമ്പോൾ അവിടെ മ്യൂസിയത്തിന് അവരുപയോഗിച്ചിരുന്ന ചട്ടയും അരഞ്ഞാണും ഒക്കെ ശരീരത്തിൽ ഇങ്ങനെ കെട്ടിവെച്ചിരുന്ന മുള്ളുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇതൊക്കെ ഒരു പഴഞ്ചൻ ആത്മീയതയാണെന്ന് വേണമെങ്കിൽ തോന്നാം, അങ്ങനെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് പഴഞ്ചനല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ പ്രായശ്ചിത്വവും ചൈതന്യമൊക്കെ പഴഞ്ചനാണ് എങ്കിൽ ഏറ്റവും പഴഞ്ചനായിട്ട് മാറ്റി വെക്കേണ്ടത് ഈശോയെ തന്നെയാണ്, ഈശോയുടെ കുരിശനെയാണ്, ഈശോയുടെ പിടാസഹനത്തെയാണ്. ഈശോ പഴഞ്ചനാണോ? നമുക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ പ്രായശ്ചിത്വവും പരിഹാരമൊക്കെ പഴഞ്ചനാണ്. പക്ഷെ ഈശോ പഴഞ്ചനല്ല. ഇന്നലെ എന്നും ഒരാൾ തന്നെ ജീവിക്കുന്ന ദൈവം. ആ ഈശോയ്ക്ക് ഇതുപോലെ പ്രായശ്ചിത്തം ഉണ്ടായിരുന്നു ജീവിതത്തിൽ. പിന്നെ ചമ്മട്ടിയുടെ അത് ഈശോ സ്വീകരിച്ചു, ആ ചൈതന്യം വിശുദ്ധരെ സ്വീകരിച്ചു. ഇതൊന്നും പഴഞ്ചൻ കാര്യങ്ങളല്ല, മറിച്ച് നമ്മുടെ ഉള്ളാണ് ഈ അമൂല്യമായ വലിയ ആത്മീയ നിധി പോലെയുള്ള കാര്യങ്ങൾ അകന്നു പോയത് നമ്മൾ തിരിച്ചറിയണം. ബെനഡിക്ട് 16-ാം പാപ്പ തൻ്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ഒരു പത്രക്കാരന് കൊടുക്കുകയുണ്ടായി. ആ ഇൻ്റർവ്യൂ നടത്തിയത് പീറ്റർ സീവാൾഡ് എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകനാണ്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം കുറച്ച് ചോദ്യങ്ങൾ ഒരുങ്ങിക്കൊണ്ട് പോയി ചോദിച്ചു. അതിന് പാപ്പ ഉത്തരം കൊടുക്കുന്നു. ആ ചോദ്യവും ഉത്തരങ്ങളും എല്ലാം ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ് ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു പുസ്തകം. ഇതിനകത്ത് 3-ാമത്തെ അധ്യായത്തിൽ പാപ്പ ഈ പെനൻസിനെ കുറിച്ച്, പ്രായശ്ചിത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രായശ്ചിത്തം പരിഹാരം എന്നൊരു വശം. അതിന് പശ്ചാത്തലമാകുന്നത് ഒരു ചോദ്യമാണ് ഈ പീറ്റർ സീവാൾഡിൻ്റെത്. പുരോഹിത വർഷം പ്രഖ്യാപിച്ച ഒരു അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. ആ നാളുകളിലാണ് വൈദികർക്കെതിരെയുള്ള ഒരുപാട് കുറ്റാരോപണങ്ങൾ, പീഡോഫീലിയ, കുഞ്ഞുങ്ങളെ ദുരുപയോഗിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായിട്ട് ആരോപിക്കപ്പെടുന്നതോ ഊഹിക്കപ്പെടുന്നതോ ഒക്കെ ആയ ഒരുപാട് ആരോപണങ്ങൾ വന്ന് ഒത്തിരി ഇടർച്ച സഭയ്ക്കെതിരെ വന്ന് മാർപ്പാപ്പയായിരിക്കുന്ന 16 പാപ്പ ഒരുപാട് ഞെരുങ്ങി സഹിച്ചു. സഭ മുഴുവനും വല്ലാണ്ട് അവഹേളിക്കപ്പെടുന്ന പൗരോഹിത്യം
അതേക്കുറിച്ച് പാപ്പ അവിടെ പറഞ്ഞിരിക്കുകയാണ്. One might think that the devil could not stand the ear for priests, and therefore threw this filth in our face. വൈദികരുടെ വീഴ്ചകൾ, ഇടർച്ചകളെല്ലാം പബ്ലിക്കാകുന്ന അവസ്ഥ, അത് വൈദിക വർഷവുമായി ബന്ധപ്പെട്ട് വന്നൊരു അനുഭവമാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുകയാണ്. On the other hand, one could say that the Lord wanted to test us and to call us to a deeper purification. മറുവശം നമുക്ക് പറയാൻ പറ്റും, സഭയും വൈദികര് കൂടുതൽ വിശുദ്ധീകരണത്തിലേക്ക്, പ്രായശ്ചിത്ത ചൈതന്യത്തിലേക്ക് കടന്നു വരാൻ ദൈവം ആഗ്രഹിച്ചു, ഈശോ ആഗ്രഹിച്ചതാണ്. അതാണ്. So that we would not celebrate the year for priests in a time-bendist way as self-glorification, but rather as a year of purification, of interior renewal, transformation, and above all, penance. അപ്പോൾ പുരോഹിത വർഷം ഒരു ആഘോഷത്തിൻ്റെയും മഹത്വത്തിൻ്റെയും പുരോഹിത അഭിമാനത്തിൻ്റെ എല്ലാ വർഷമായിട്ട് ആഘോഷിച്ച് കടന്നു പോകാതെ അതൊരു എളവപ്പെടുത്തലിൻ്റെയും നാണം കടലിൻ്റെയും നിസ്സഹായതയിലൊക്കെ ഒരു അനുഭവമാക്കി മാറാൻ ഒരു സാത്താൻ്റെ അരിശം കൊണ്ട് സംഭവിച്ചതാണ്. മറുവശം ദൈവബോധ ഈശോ അനുവദിച്ചത് വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുവഴിയായിട്ട് നമുക്ക് എല്ലാവർക്കും നവീകരണം ഉണ്ടാകണം, രൂപാന്തരീകരണം ഉണ്ടാവണം. എല്ലാറ്റിനും ഉപരിയായിട്ടൊരു പരിഹാര ചൈതന്യം വേണം. എബോവ് ഓൾ പെനൻസ്, പ്രായശ്ചിത്വം. പക്ഷെ അതിലേക്ക് പറഞ്ഞു. എന്നിട്ട് പാപ്പ തുറന്ന് പറയുകയാണ്, ദി കൺസെപ്റ്റ് ഓഫ് പെനൻസ് which is one of the fundamental elements of the Old Testament message. പഴയ നിയമത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് പഴയ നിയമ സന്ദേശത്തിൻ്റെത് ഈ ഒരു പ്രായശ്ചിത്ത അല്ലെ പരിഹാര ചൈതന്യം, പരിഹാരം എന്നുള്ള ആശയം. ഈ സംതിങ് വി ഹാവ് ഇൻക്രീസിംഗ്ലി ലോസ്റ്റ്. കുറെ നാളുകളായിട്ട് നമുക്ക് ഈ ഒരു ആശയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പീപ്പിൾ സംഹൗ വാണ്ടഡ് ടു സേ ഓൺലി പോസിറ്റീവ് തിങ്സ്. എല്ലാവർക്കും ഭാവാത്മകമായ നല്ല കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി എന്നൊരു ചിന്ത ഈ കുറെ നാളുകളായിട്ട് വന്നുപോയി. ബട്ട് ദ നെഗറ്റീവ് തിങ്സ് ഡു എക്സിസ്റ്റ്, ഇറ്റ് ഇസ് എ ഫാക്ട്. പക്ഷെ ഈ നെഗറ്റീവായ വശങ്ങൾ, നിഷേധാത്മകമായ വശങ്ങൾ, തിന്മയുടെ കാര്യങ്ങൾ ഉണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പറയുകയാണ്, ദ ഫാക്ട് ദാറ്റ് വൺ ക്യാൻ ചേഞ്ച് ആൻഡ് അലോ വൺസെൽഫ് ടു ബി ചേഞ്ച്ഡ് through penance is a positive gift. പരിഹാരവും പ്രായശ്ചിത്വവും നടത്തിക്കൊണ്ടുള്ള ജീവിതത്തിലൂടെ ഒരു വ്യക്തിക്ക് തന്നെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളത് എത്രയോ വലിയൊരു സ്വർഗീയ സമ്മാനമാണ്. അങ്ങനെ തന്നെ കാണണം. The early church viewed it in this way also. ആദിമസഭ അങ്ങനെ കണ്ടിരുന്നത്. It is imperative now really to start over in the spirit of penance. നമുക്ക് വീണ്ടും ഒരു പ്രായശ്ചിത്ത പരിഹാര ചൈതന്യത്തിലുള്ള ജീവിത ശൈലി, ആത്മീയ ശൈലിക്ക് തിരിച്ചു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പം തന്നെ പറ്റിയ അവസരമാണ് ഇപ്പോഴും. And at the same time not to lose our joy in the priesthood but to recover it again. പക്ഷെ എന്ന് വെച്ചുകൊണ്ട് പൗരോഹിത്യത്തിലുള്ള സാധനം നഷ്ടപ്പെടുത്തി കാണുന്നല്ല. അല്ലെങ്കിൽ വിശാലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തി കാണുന്നതല്ല. ആ സന്തോഷം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന് തിളക്കം കൂട്ടാൻ, ജ്വലനം കൂട്ടാൻ പ്രായശ്ചിത്തത്തിന്റെ ഒരു ചൈതന്യം വേണം, ഒരു ജീവൻ നമുക്ക് വേണം എന്ന് പറഞ്ഞ് പാപ്പ പങ്കുവച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും മാർഗദർശക ആകേണ്ടതാണ്. പ്രായശ്ചിത്വവും പരിഹാരവും ഒരു ശീലമാക്കിയുള്ള ഒരു ജീവിതം ഇത് കുറെ നാളുകളായിട്ട് ഇല്ലാതെ പോയിരിക്കുന്നു എന്ന് പാപ്പ അവിടെ പറയുകയാണ്. അപ്പോൾ ഇത് തമ്പുരാന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. ഫാത്തിമയിലെ കുഞ്ഞുങ്ങൾ ആ ഒരു ചൈതന്യം എടുത്തിരുന്ന് നമ്മൾ കണ്ടു. ഞാൻ പറയുകയുണ്ടായി, മറിയം ത്രേസ്യ വലിയ പ്രായശ്ചിത്തൻ്റെ വ്യക്തിയായിരുന്നു. മറിയം ത്രേസ്യയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ ഒരു പുസ്തകമാണ് കേരളത്തിലെ പഞ്ചക്ഷത. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ നേരത്തെ ഇറങ്ങിയ പുസ്തകമാണ്. തോമസ് മുത്തേടനച്ഛൻ ഈ സഭാ അധികൃതരുടെ താല്പര്യം അനുസരിച്ച് പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തി വിവരങ്ങളൊക്കെ ശേഖരിച്ചെഴുതിയ പുസ്തകമാണ്. ഇതിനകത്ത് മറിയം ത്രേസ്യ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വായിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയല്ലാത്ത പോലെയുള്ള കാര്യങ്ങളാണ് ഒരുപാടെണ്ണം ഒന്നിനു പുറകെ ഒന്നായി അനേകരുടെ സാക്ഷ്യത്തോടുകൂടെ ഈ മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ അരങ്ങേറിയതായിട്ട്
നമ്മൾ ഈ പുസ്തകത്തിൽ വായിക്കുന്നത്. ഇത് അടുത്തറിയാവുന്നവർ നല്ലപോലെ അറിയും. പക്ഷെ ഈ കാര്യങ്ങൾ വേണ്ടപോലെ നമ്മൾ പരിചിന്തന വിഷയമാക്കുന്നില്ല, സത്യത്തിൽ എടുക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മൾ മറിയന്ത്രേസ്യയുടെ പക്കൽ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ വിശുദ്ധയാണ്, അർത്താരെ അവരൊന്ന് വണങ്ങപ്പെടുന്നു, നമ്മുടെ തന്നെ സഹോദരിയാണ്, നമ്മുടെ തന്നെ കാലഘട്ടക്കാരിയാണ്. ഏതാണ്ട് അവരുടെയുള്ള ജീവിതത്തിൽ വിടപ്പെട്ട ആത്മീയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി പ്രത്യേകം ദൈവം തുറന്ന് കാണിച്ചു തന്നിരിക്കുന്നതാണ്. അവിടെ ഈ കാര്യങ്ങൾ അടുത്ത് ചെന്ന് നിരീക്ഷിച്ച് പഠിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒരു കാട്ടുചേരിയിലെ മറിയന്ത്രേസ്യയുടെ കവിടത്തെങ്കിൽ പോയി പ്രാർത്ഥിക്കണം. ചുമ്മാ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. അങ്ങനെ പോയി തിരി കത്തിച്ച് നേർച്ച നേർന്ന് നൊവേന നടത്തി കാര്യം നടക്കുമോ ഇല്ലയോ, അങ്ങനത്തെ ഒരു 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 വില കുറഞ്ഞ വില കെട്ട തലത്തിലേക്ക് നമ്മുടെ ആത്മീയത പോകരുത്. തമ്പുരാൻ അങ്ങനെ അനുഗ്രഹം കൊടുക്കും, അടയാളം കൊടുക്കും, അത് അടയാളമാകാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് നമ്മൾ നിൽക്കരുത്. അതിനപ്പുറത്തേക്ക് ഈ വ്യക്തിയെ നമ്മൾ നോക്കണം, ഈ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കണം. നമ്മൾ ആത്മീയമായ കാര്യം നേരത്തെ പറഞ്ഞതാണ്, ആത്മീയത നമ്മൾ അധപതിപ്പിക്കരുത്. ഈശോ പങ്കുവെക്കുന്ന ഈ സ്വർഗരാജ്യം ദൈവരാജ്യ അനുഭവത്തെ നമ്മൾ വളർന്നു വരിക, ആ സ്വർഗോന്മുഖരായി വളരുക. ഇതാണ് ആത്മീയതയുടെ കറപ്പില്ലാത്ത മനോഹരമായ ഭക്ഷണം അല്ലെങ്കിൽ സത്ത. അതിലേക്ക് നമ്മൾ വരണം. നമ്മുടെ വിശുദ്ധരൊക്കെ നമുക്ക് പകർന്നു തരുന്നുണ്ട്. എനിക്ക് പറയുകയുണ്ടായി, നമ്മുടെ ഈ നാടുകളിൽ ഒരു 19 വർഷമായിട്ട് കരിസ്മാറ്റിക് നവീകരണം നന്നായിട്ട് കയറി വന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ. ഞാൻ ഒത്തിരി ഈ കരിസ്മാറ്റിക് നവീകരണം വഴിയായിട്ട് തന്നെ കൃപകൾ സ്വീകരിച്ച വ്യക്തി തന്നെയാണ്. ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളും പോയി ധ്യാനം കൂടുകയും അങ്ങനത്തെ ശുശ്രൂഷ പങ്കെടുക്കുകയും ഇവിടെ തന്നെ ആ രീതിയിലുള്ള ശുശ്രൂഷ നടത്തി എല്ലാം ചെയ്തുകൊണ്ട്, എങ്കിൽ പോലും അതിലൂടെ നമ്മൾ പോകുമ്പോൾ ഇന്ന് മൊത്തം നോക്കുമ്പം കാണുന്ന ഒരു അധപ്പതിച്ച അവസ്ഥ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് ആത്മീയതയെ അധപ്പതിപ്പിച്ച് കളയാനായിട്ട് നമ്മുടെ നവീകരണ പ്രസ്ഥാനത്തിന് അതിൻ്റെ വക്താക്കളായിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്കിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു തിരിച്ചറിവ് നമ്മളെല്ലാവരും എടുക്കണം. ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ കാര്യം നടക്കും, ഇങ്ങനെ ചെയ്താൽ മതി. ഞാൻ ഒന്നും പറയുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടെ ഇതിൻ്റെ കാര്യം നടന്നു കിട്ടും. അങ്ങനെ കാര്യങ്ങൾ നടക്കാനുള്ള ഒരു പരിപാടിയായിട്ട് ഈശോയും വചനത്തെയും പ്രാർത്ഥനയും എല്ലാം അങ്ങ് അധപ്പതിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതല്ല. ഒരിക്കലും അങ്ങനെ കുർബാന ചൊല്ലിക്കാൻ പോലും വരുമ്പോൾ പല ആൾക്കാർ കുർബാന ഇടിക്കാൻ പൈസ കൊണ്ട് വരുമ്പം പൈസ കൊടുത്ത് നാളെ കുർബാനയല്ല, എന്നാ വിശേഷം, നാളെ ഒരു സ്ഥല കച്ചവടത്തിന് ആൾ വരുന്നുണ്ട്, അത് നടക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ ഒരു കിണർ കുത്താൻ പോവുകയാണ്, വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ടാണോ കുർബാന ചൊല്ലിക്കേണ്ടത് ചോദിച്ചാൽ അതിനുവേണ്ടി ചൊല്ലിക്കാൻ മേലെ ചൊല്ലിക്കാൻ നമ്മുടെ ആവശ്യത്തിനെല്ലാം നമുക്ക് ചെല്ലാവുന്ന സ്ഥലമാണ് നമ്മുടെ കർത്താവിൻ്റെ ബലി, സംശയമൊന്നുമില്ല. ചിലപ്പോൾ എനിക്ക് തോന്നും ഒരു വ്യക്തി ഒരു JCB വിളിച്ചിരിക്കുകയാണ് വീട്ടിലേക്ക്. JCBക്കാരൻ JCB കൊണ്ട് വന്നു. അപ്പോൾ അടുക്കളയുടെ വശത്തോട്ട് ആ മുറ്റത്തോട് കയറ്റിക്കൊണ്ട് വന്നു JCB. അപ്പോൾ എന്താ ചെയ്യാനുള്ളത് JCBക്കാരൻ ചോദിച്ചു. അന്നേരം കുടുംബിനി ഇറങ്ങി വന്ന് പ്രഭുനാഥൻ നിപ്പുണ്ട്, പറയുകയാണ്, ഇത് ഈ മുറ്റത്ത് ഇവിടെ അരീക്കോട് ഞങ്ങൾക്ക് ചീനിത്തൈ നടാനാ, കാന്താരി ചീനി, കുറച്ച് കുഴിയെടുക്കണം, അതിന് വേണ്ടിയിട്ട് JCB വിളിച്ചതാ. JCBയുടെ കൈ കൊണ്ട് ഇങ്ങനെ തോണ്ടി കുഴിയെടുക്കാൻ. ഇത് കേട്ടാൽ JCBക്കാരൻ എന്നാ പറയും, ചേട്ടത്തിക്ക് ഒരു തോമ്പാവുണ്ടെന്ന്, അല്ലെ കൈകൊണ്ട് തോണ്ടി ഒരു ചീനത്തൈ വെക്കാൻ പറ്റിയല്ലോ മുറ്റത്ത്, അതിന് JCB കൊണ്ടുവരണോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ തമ്പുരാന്റെ മനസ്സ് വിട്ടു പോകുന്നില്ലേ? ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് എല്ലാം കൂട്ടിച്ചേർത്തരാം എന്ന് പറയും തമ്പുരാന്റെ ഒക്കെ ചെന്നിട്ട് നമ്മൾ ഈ കൂട്ടിച്ചേർത്ത് തരുന്ന കാര്യത്തിന് വേണ്ടി ബഹളം വെക്കുകയാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു തലത്തിലേക്കൊക്കെ നമ്മൾ ഒത്തിരി അതപ്പതിച്ച് പോയപ്പോൾ തിരിച്ചറിയണം, നമുക്ക് ആത്മീയതയുടെ നല്ല കാമ്പുള്ള മാതൃകകൾ നമ്മുടെ ഈ പ്രിയപ്പെട്ട വിശുദ്ധർ തരുന്നുണ്ട്. ഇവർ കരിസ്മാറ്റിക്കാരായിരുന്നോ? ഒരു ഹല്ലേലൂയ പോലും പാടിയിട്ടുണ്ടാവില്ല, ഈ ഭാഷ സൂചിച്ചിട്ടുണ്ടാവുകയല്ല. പക്ഷേ ഈശോയുടെ പങ്കുവെച്ച ആത്മീയതയുടെ ആകക്കാമ്പ് അവർക്ക് അറിയാമായിരുന്നു. അതിലവർ മനോഹരമായിട്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയത് ഈ പ്രായശ്ചിത്ത ചൈതന്യം. നമ്മൾ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ചെല്ലണം, അത് കാര്യം നടക്കാനുള്ള അപേക്ഷകളുമായിട്ടല്ല, നടന്നു കിട്ടാനുള്ള ലിസ്റ്റുമായിട്ടല്ല ചെല്ലേണ്ടത്. സ്വസ്ഥമായിട്ട് ഒരു ദിവസം അവിടെ പോയി ഇരുന്നേ അവിടെയുള്ള അവരുടെ ജീവിതത്തിൻ്റെ രംഗങ്ങളും അനുഭവങ്ങളൊക്കെ ഇങ്ങനെയുള്ള പുസ്തകം വായിച്ചോ പേപ്പറാസം എടുത്താണെങ്കിൽ ആ ലിഖിതങ്ങൾ അത് വാങ്ങിച്ച് അതും വെച്ച് വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. കുറേ മണിക്കൂറുകൾ അവിടെ ചുറ്റി നടക്കുക. ഈ വിശുദ്ധരുടെ കാലടി പോയ സ്ഥലങ്ങളാണ്. അവിടെ ശ്വാസോച്ഛ്വാസത്തിൽ കുതിർന്ന അന്തരീക്ഷമാണ്. അവിടെ സ്പർശനമേറ്റ കെട്ടിടങ്ങളും മുറികളും കട്ടിലും കസേരയും പള്ളിയെല്ലാം ആണ്.
അവിടെ പോയി ഇരുന്ന് ആ ചൈതന്യം ഒപ്പിയെടുക്കുകയും നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിൽ ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വരാൻ ഞാൻ പറഞ്ഞൊരു നേരത്തെ ഇവിടെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ തന്നെ ഈ വേദിയിൽ തന്നെ നല്ല ഓർമ്മയെങ്കിൽ പോലും ഇതിനകത്ത് ഈ മറിയത്രേസ്യയുടെ ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരി മറിയത്രേസ്യ പങ്കുവെക്കുന്ന ഒരു അനുഭവം ഇങ്ങനെയാണ്. തുമ്പൂര് മഠം പണിയുമ്പോഴുണ്ടായ ഒരു അനുഭവം സിസ്റ്റർ കൊച്ചുത്രേസ്യ ഇങ്ങനെ വിവരിച്ചു. കൊച്ചുത്രേസ്യ വെച്ചാൽ മറിയത്രേസ്യയുടെ കാലഘട്ടത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന മറ്റു സഹോദരിയാണ്. ഇവിടെ അച്ഛൻ ഇത് സാക്ഷ്യം ശേഖരിച്ചെടുത്തിൽ പങ്കുവച്ചിരിക്കുകയാണ്. ഒരു ദിവസം തുമ്പൂര് മഠം പണിയിക്കാനായി അമ്മ അധ്വാനിച്ചുകൊണ്ടിരിക്കുക എന്നോട് കുറേ വെള്ളം ചോദിച്ചു. ഞാനത് നേരത്തെ വായിച്ച് കേൾപ്പിച്ചാൽ ഓർമ്മിക്കുന്നുണ്ടോ? ഞാൻ പാള അന്വേഷിച്ച് പോയപ്പോഴേക്ക് അമ്മ ഒരു പാള കഷ്ണം എടുത്ത് കൊളരാത്ത കുറേ വെള്ളം കുടിച്ചു. മനസ്സിലായോ? തുമ്പൂര് എന്ന സ്ഥലത്തിൽ മഠം പണിയിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എവിടെയുണ്ട് മറിയത്രേസ്യ. അപ്പോൾ ഇടയ്ക്ക് ദാഹം വന്നിട്ട് വെള്ളം കുടിക്കാനൊരു അപ്പോൾ പാള എടുക്കാൻ വേണ്ടി പാളയ്ക്കകത്ത വെള്ളം കുടിക്കാമെന്ന് ഈ സിസ്റ്റർ പെട്ടെന്ന് അപ്പുറത്തോട്ട് പോയി. അപ്പോഴേക്കും തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ച, ഈ അമ്മ അവിടെ കിടന്ന് ഏതൊരു പാളക്കഷ്ണം എടുത്തിട്ട് അവിടെ പണിസ്ഥലത്തല്ലേ വല്ല അഴുക്ക് വെള്ളം നിലത്ത് കിടന്നതോ അല്ലെ വല്ല പാത്രത്തിൻ്റെ മറിഞ്ഞ വെള്ളം കിടന്നത് ഈ സിമെൻറ്റ് കഴുകുന്ന വെള്ളം അത് പെട്ടെന്ന് കുടിച്ചു. ഇത് കണ്ടോണ്ടായി സിസ്റ്റർ തിരിച്ചു വരുന്നത്. അപ്പോൾ ചോദിച്ചു, അമ്മ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ നല്ല വെള്ളമൊക്കെ പോയതല്ലേ, അമ്മയല്ലേ എന്നെ വെള്ളമൊക്കെ പറഞ്ഞു വിട്ടത്, പിന്നെ എന്താ ഇങ്ങനെയും ചാട് വെള്ളം കുടിച്ചത്? അപ്പോഴേക്കും അമ്മ പറയുകയാണ്, ഞാൻ ധരിച്ചിരുന്ന മുള്ളരഞ്ഞാണ് മാംസത്തിൽ താണുപോയി, അതിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്, തന്മൂലം വേദന ദുസ്സഹമായി തീർന്നിരിക്കുന്നു. പരവേശം വന്നിട്ടാണ് ഈ വെള്ളം കുടിക്കാൻ ചോദിച്ചത്. ആള് വെള്ളം വരുന്നവരെ നിൽക്കാൻ പറ്റുന്നില്ല. പരവേശം. എന്താ പരവേശത്തിന്റെ കാരണം? ഞാൻ ധരിച്ചിരുന്ന മുള്ളരഞ്ഞാണം എൻ്റെ ശരീരത്തിൽ താഴ്ന്നു പോയി. അതിപ്പോൾ താഴ്ന്നു പോയതല്ല, അതങ്ങനെ ആയിരുന്നു എപ്പോഴും. ഇതൊക്കെ നമുക്ക് ഒരു പരിചയമില്ലാത്ത ലോകമാണ്. മുള്ളരഞ്ഞാണം എന്നാ ഈ സാധനം? ശരീരത്തിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നോ? വേദനിക്കാലേ, ചോര വരികയല്ലേ, മുള്ളു കൊള്ളിയാലേ, മുറിയാലേ. ഇവിടെ പറയാണ് ശരീരത്തിൽ മാംസത്തിനകത്തേക്ക് താണുപോയി. അത് അബദ്ധം പറ്റിയതാണോ? അപകടം പറ്റിയത് എടുത്ത് കളയണ്ടേ? അങ്ങനെയല്ല, താണുപോയ അവസ്ഥയിൽ മുള്ളരഞ്ഞാണ് ശരീരത്തിൽ മാംസത്തിനകത്ത് നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ സഹോദരി നടക്കുന്നത്. അങ്ങനെ നടന്നുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നതും ഈ ശുശ്രൂഷ ചെയ്യുന്നതെല്ലാം. ഇപ്പം എന്നാ പറ്റി? അകത്തോട്ട് പോയ മുള്ളരഞ്ഞാണ് പുറത്തോട്ട് തള്ളി ഇറങ്ങി വന്നു. അപ്പം അതിൻ്റെ വേദന കൊണ്ട് പരവേശം എടുക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് തന്മൂലം വേദന ദിവസം തീർന്നിരിക്കുന്നു. എന്നിട്ട് മറിയത്രേസ്യ പറഞ്ഞു, മരണം അടുക്കുമ്പോഴാണ് മുള്ളരഞ്ഞാണ് പുറത്തേക്ക് വരിക. ഇങ്ങനെ കമന്റും പറഞ്ഞത്രേ. പിന്നെ സംഭവിച്ചതെന്നു ചോദിച്ചാൽ, ഈ തുമ്പൂർ മഠം പണി പൂർത്തിയായി അതിൻ്റെ വെഞ്ചരിപ്പിന് സമയത്ത് ആൾക്കാർ തിങ്ങി പഠിക്കാത്ത ക്രാസിയുടെ കാലും മറിഞ്ഞു വീണു. മറിയത്രേസ്യയുടെ കാലം വീണ് മുറിഞ്ഞു, പഴുത്തു. ആ അവസ്ഥയിൽ മരിച്ചു. 50 വയസ്സേ ഉള്ളൂ. അപ്പം മരണം പിന്നെ സംഭവിക്കുകയും ചെയ്തു. അപ്പം ഇത് ഒരു തത്വം പോലെ പറഞ്ഞിരിക്കുകയാണ്. മരണം എടുക്കുമ്പോഴാണ് മുള്ളരഞ്ഞാണ് പുറത്തേക്ക് വരുന്നത്. നമുക്ക് ഒരു പരിചയമില്ലാത്ത ലോകം, അതിനകത്തെ വിശദാംശങ്ങൾ, അതിനകത്തെ ചില ശാസ്ത്രങ്ങൾ, തത്വങ്ങൾ, ഇതപ്പാടെ നമുക്ക് അന്യമായി തീർന്നിരിക്കുന്നു എന്ന്. അതാ ബെനഡിക്ട് പാപ്പ പറയുന്നത്, കുറെ നാളുകളായിട്ട് നമുക്ക് ഈ ഒരു പ്രായശ്ചിത്തത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പ്രായശ്ചിത്തം എന്ന് പറയുന്നില്ല, പരിഹാരം എന്ന് പറയുന്നില്ല, ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും ഈ പുസ്തകത്തിൽ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു സിസ്റ്റർ പറഞ്ഞിരിക്കുകയാണ്, 1958 മുതൽ 67 വരെ മദർ ജനറൽ ആയിരുന്ന സിസ്റ്റർ ജോസഫീന, കോയിത്തറ ജോസഫ് കുഞ്ഞന്നം, അങ്ങനെ ഉള്ളൊരു സിസ്റ്റർ എഴുതിയിരിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഒരു ഒഴിവ് ദിവസം അമ്മയുടെ കൂടെ ഞാൻ തുമ്പൂർക്ക് പോയി മധ്യാഹ്ന വിശ്രമവേളയിൽ അരയിൽ എൻ്റെ കൈ തൊടുവിച്ചുകൊണ്ട് വല്ലതും തടയുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്തോ തടഞ്ഞുവെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തോ എൻ്റെ അരയിൽ താണു പോയിട്ടുണ്ട്. അപ്പോൾ പ്രതിപദിച്ചു. മരണശേഷം മണിക്കാർ ഞാൻ ഓർത്തത് എൻ്റെ അനുഭവം ഞാൻ മറ്റു സഹോദരന്മാരെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു, അമ്മയുടെ അരയിൽ താണുപോയി മുള്ളരഞ്ഞാണമാണ് തടഞ്ഞത് എന്ന്. ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങളിത് കേട്ടിച്ചിട്ട് ഇന്ന് മുള്ളരഞ്ഞാണ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ട് അരയെ കെട്ടിക്കൊണ്ട് നടക്കാനായിട്ട് ആരും പരവേശപ്പെടരുത്, എടുത്ത് ചാടരുത്. ഈ പ്രായശ്ചിത്ത ചൈതന്യത്തിൻ്റെ അടിയിലുള്ളത് ദൈവസ്നേഹവും പരസ്നേഹവുമാണ്. ആത്മാക്കളുടെ രക്ഷയിലുള്ള തീഷ്ണതയാണ്. ആത്മാക്കളുടെ രക്ഷയിലുള്ള തീഷ്ണത കൊണ്ടാണ് ഈശോ ഈ കഴുത്തുകൊണ്ട് കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കയറുകൊണ്ട് കെട്ടിയില്ലേ ഈശോ പോകുമായിരുന്നില്ല.
ഈശോ യഥാർത്ഥത്തിൽ ആ കഴുത്തോടിൻ്റെ അടുത്ത് നിർത്തിയത് ഈ കയറല്ല, കെട്ടിയ കയറല്ല, മറിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോയുടെ തീഷ്ണതയാണ്. പിതാവിനുള്ള സ്നേഹം, ആത്മാക്കളോടുള്ള സ്നേഹം, അവർ രക്ഷ പ്രാപിക്കണം. അതല്ലേ നമ്മുടെ ഫാത്തിമ കുഞ്ഞുങ്ങൾ പറഞ്ഞത്, ഇതുമാത്രം പേര് നരകത്തിൽ പോകുന്നു, ആ പാപികൾ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് ആ കുഞ്ഞുങ്ങൾ കണ്ടുപിടിച്ച് മുളറിഞ്ഞാണ് ഈ മരത്തിൽ കൂടെ കിടക്കുന്ന ഒരു നമ്മുടെ ശതാബയിലേക്ക് പോലെയുള്ള മുള്ളു നിറഞ്ഞ ഒരു വള്ളിച്ചെടി അത് പറിച്ചെടുത്ത് അരയെ ചുറ്റി വെച്ചുകൊണ്ട് നടക്കുക. പക്ഷേ അമ്മ പറഞ്ഞ് അഴിച്ചു കളയാൻ അല്ല, രാത്രി മാത്രം അഴിച്ചു വെച്ചേക്കണം, പകല് കെട്ടിക്കൊണ്ട് നടക്ക്, പകല് കെട്ടിക്കൊണ്ട് നടക്ക്. സ്നേഹമുള്ളവരെ, വിവേകത്തോടെ ഈ ഒരു ദൈവസ്നേഹവും ആത്മരക്ഷയിലുള്ള തീഷ്ണതയും പിന്നെ നമുക്ക് വേണ്ടി ഈശ്വരത്തി പരിഹാര ബലിയോടുള്ള പ്രതിബദ്ധതയൊക്കെ ഉള്ളിൽ ജ്വലിച്ച് നിറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആണിയും കമ്പിയും ഒന്നും ഉള്ളതല്ലെങ്കിൽ പോലും പല പ്ലാസ്റ്റിക് വെള്ളി കൊണ്ടൊക്കെ ഉള്ള പ്ലാസ്റ്റിക് വെള്ളി എടുത്ത് ഒരു കെട്ടൊക്കെ ഇട്ടാണേലും ഒരു സഹനത്തിൻ്റെ ഒരു ഉപകരണം ഉണ്ടാക്കിയെടുത്ത് അരയിലൊക്കെ കെട്ടി ഒന്ന് നടന്നു നോക്കുന്നതും നല്ലതാണെന്ന് ഞാൻ പറയും. അവിവേകം കാണിക്കരുത്, എങ്കിൽ പോലും ഒരു പ്രായശ്ചിത്ത ചൈതന്യം ആരോഗ്യത്തെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യുക. അതിനപ്പുറമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുമ്പസാരക്കാരനുമായിട്ട് സംസാരിച്ചിട്ടേ ചെയ്യാവുള്ളൂ. ഞാനൊരു അവിവേകത്തിലേക്ക് നിങ്ങളെ തള്ളിവിടുകയല്ല. അങ്ങനെ ഇതിനകത്ത് വീണ്ടും ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കെട്ടിക്കൊണ്ട് നടക്കുന്നതോ മുറിവിലേക്ക് പോകുന്നതോ അതല്ല പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഉള്ളിലെ ദൈവത്തോടുള്ള സ്നേഹവും നരകത്തിൽ ആരും പോകരുതേ എന്നുള്ള സ്നേഹത്തിൻ്റെ തീഷ്ണതയും, ഇതാണ് ഒന്നാമത് വേണ്ടത്. ഇതാണ് നമ്മുടെ ഉള്ളിൽ കത്തേണ്ടത്. ആ കത്തലിൽ നിന്നാണ് ബാക്കി കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള എന്നത് ഉണ്ടാകേണ്ടത്. അല്ലെ ശരിയാവുക എന്ന് ഓർക്കണം. ഫാത്തിമയിലെ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ, മനസ്സിലേക്ക് വന്നുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. മരണസമയം അടുത്ത് ജസീന്ത പോകുമ്പോൾ ജസ്പിള്ള ആശുപത്രി കിടന്ന് മരിക്കാൻ അമ്മ പറഞ്ഞിരുന്നു, അവിടെ കിടന്ന് മരിക്കും, തിരിച്ചു വരില്ല ഇനി പോയിട്ട് എന്ന് പറഞ്ഞ പോക്കിൻ്റെ തലേ ദിവസം ലൂസിയായെ വിളിച്ച് ആരും കാണാതെ ഒരു കാര്യം പൊതിഞ്ഞ് കെട്ടി ലൂസിയായിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ജസീന്ത, ഇതിന് നീ കൊണ്ടുവച്ചോ, ചേച്ചി കൊണ്ടുവച്ചോ, എനിക്കിത് ഉപകാരം ഇനി ആവശ്യമില്ല, ആരെയും കാണിച്ചേക്കരുന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. അത് ആരെയും കാണിക്കാതെ പൊതിഞ്ഞപടി ഉടുപ്പിനകത്ത് വെച്ചുകൊണ്ട് ലൂസിയ മുറി ചെന്ന് തുറന്നു നോക്കിയപ്പം ലൂസിയ ഈ പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, അത് അവള് അരയെ ചുറ്റി കെട്ടുന്ന മുള്ളുള്ള വള്ളിയാണ്, അതിൻ്റെ മുള്ളുകളിൽ ചോര ഉണങ്ങിയിരുന്നുവെന്ന്. ജോൺ മരി വിയാനിച്ചൻ, നമുക്കറിയാം വൈദികരുടെ മധ്യസ്ഥനായ ജോൺ മരി വിയാനിച്ചൻ, അച്ഛൻ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഏറ്റവും ആധികാരികമായുള്ള പുസ്തകം തന്നെയാണിത്. ദ ക്യൂർ ദി ആർട്സിലെ വികാരി. ഇതൊരു വിശദമായ പുസ്തകമാണ്, ഒത്തിരി ഡോക്യുമെൻ്റ് സഹിതം എഴുതിയിരിക്കുന്നതാണ്. ഇതിനകത്ത് 120-121 പേജുകളിൽ അച്ഛൻ പുലർത്തിയിരുന്ന പ്രായശ്ചിത്ത ചൈതന്യം ഞാൻ വായിച്ചപ്പോഴിങ്ങനെ ഒന്ന് അടിവരയിട്ട് വെച്ചിരിക്കുന്ന മനസ്സിലേക്ക് വന്നുകൊണ്ട് ഞാൻ പുസ്തകം ശ്രദ്ധപ്പെടുത്തുകയാണ്. ഇത് എല്ലാ കാര്യം വളരെ ആധികാരികമായിട്ട് രേഖകളും വ്യക്തികളെ സാക്ഷികളെ സഹിതമാണ് ഈ പുസ്തകം പങ്കുവച്ചിരിക്കുന്നത്. മോർ ഓഫൺ ദാൻ നോട്ട് ബിഫോർ retiring to this rude resting place, he subjected his body to a yet more severe punishment. ഒരു പ്രത്യേക പ്രായശ്ചിത്തം അച്ഛൻ ചെയ്തിരുന്നത് ആംഡ് വിത്ത് എ ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ ഒരു ചമ്മട്ടി ഉണ്ടായിരുന്നു. The effectiveness of which had been increased by sharp iron points. ഈ ചമ്മട്ടി അറ്റത്ത് അച്ഛന് ഈ മൂർച്ചയുള്ള ഇരുമ്പ് കഷ്ണങ്ങൾ കെട്ടിവെച്ചിരുന്നു. He mercilessly struck his corpse, this old Adam, as he used to call his poor body. ഈ ചമ്മട്ടി കൊണ്ട് താൻ മുറിയിൽ വെച്ച് ഉടുപ്പഴിച്ചിട്ടിട്ട് തൻ്റെ ശരീരത്തെ ഇങ്ങനെ ഒരു മയവും ഇല്ലാതെ അടിച്ചിരുന്നു. ഈ ജഡത്തെ അല്ലെങ്കിൽ പഴയ ആദത്തെ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, അങ്ങനെ അടിച്ചിരുന്നു. On certain nights a woman of Lyons who lodged with Mayor Renard heard him thus punishing himself for the space of an hour or more. ഒരു പ്രത്യേക സഹോദരിയെ പറ്റി റെനാർഡ് പറഞ്ഞിരിക്കുകയാണ്. അവർ ഈ പള്ളികളുടെ അടുത്ത് താമസിച്ചിരുന്ന വാടകയ്ക്ക് റിസോർട്ടിൽ വന്ന് മുറിയുടെ താമസിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അപ്പോൾ രാത്രിയിൽ ഇങ്ങനെ അച്ഛൻ്റെ മുറിയിൽ നിന്ന് 1 മണിക്കൂർ അത് കൂടുതലോ സമയം ഇങ്ങനെ ചമ്മട്ടി അടിക്കുന്ന സ്വരം ഈ സഹോദരി കേട്ടത് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് now and again he would pause for a moment. ഇടയ്ക്ക് കുറേ നേരം ഈ സ്വരം കേൾക്കുകയില്ല,
ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. only to receive with renewed energy. ക്ഷീണം തീർത്തിട്ട് പിന്നെയും ഈ സ്വയം ചമ്മട്ടിയാടി തുടരാൻ വേണ്ടിയിട്ട്. When is he going to stop? The compassionate neighbors would say. ഇത് ഈ സ്ത്രീ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന പേര് പറഞ്ഞ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഈ പള്ളിമുറിയുടെ അടുത്തുള്ള പട്ടണങ്ങൾ താമസിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇതറിയാറ്. ഇതിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരു സ്വരം ഇവർ കേട്ട് കഴിയുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കും. എന്നിട്ട് അവർ പരസ്പരം പറഞ്ഞിരുന്നൊരു കമൻ്റാണിത്, വെൻ ഈസ് ഹി ഗോയിങ് ടു സ്റ്റോപ്പ്? അങ്ങനെ ഇത് നിർത്താനായിട്ട് എപ്പോഴും അങ്ങനെ നിർത്തുക, ഇത് എപ്പോഴും അങ്ങനെ ഇത് നിർത്തുക. അങ്ങനെ അവർ പരസ്പരം പറഞ്ഞിരുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചമ്മട്ടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത് പിന്നെ he made his own instruments of penance, or at least he repaired and improved them. ഇങ്ങനെയുള്ള ഈ പീഡന ഉപകരണം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരുന്നു. അല്ലെങ്കിൽ കിട്ടിയിരുന്നതിൽ അദ്ദേഹം വീണ്ടും കഷ്ണങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം കെട്ടിവെച്ചൊക്കെ അതിൻ്റെ മൂർച്ച കൂട്ടിയിരുന്നു. The person who did his room in the morning used to find under the furniture fragments of chains, small keys and bits of iron or lead which had come of his disciplines. മുറി അടിച്ചു വാരുന്ന സഹോദരൻ്റെ സഹോദരി പലപ്പോഴും കട്ടിലിൻ്റെ കീഴിൽ നിന്നും സോഫയുടെ അടിയിൽ നിന്നുമൊക്കെ ഈ ചമ്മട്ടിയിൽ നിന്ന് തെറിച്ച് വീണ ഇരുമ്പ് കഷ്ണങ്ങൾ, ചെറിയ താക്കോലുകൾ, ഈയ കഷ്ണങ്ങൾ ഇതെല്ലാം പെറുക്കിയെടുത്തിരുന്നു. The discipline lasted him only 15 days. 2 ആഴ്ചക്കൂടി ചമ്മട്ടി നിൽക്കുകയാണ്, അപ്പോഴേക്ക് തീരും. അതുപോലെ ഇങ്ങനെ ഉപയോഗിച്ചിരുന്നു. It was pitiful to see the left sleeve of his shirt all cut up and dyed with blood. ഈ ഉടുപ്പിൻ്റെ കൈയുടെ അവിടെ കീറി പറഞ്ഞടി വരുന്ന ബനിയൻ്റെ ഒക്കെ അറി ചോര നനഞ്ഞും ചോര കറ പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു കാതറിൻ ലസാഞ്ഞ് പങ്കുവെക്കുന്നുണ്ട്. ചിലപ്പോൾ അദ്ദേഹം ബോധം കെട്ട് വീഴാൻ മാത്രം പോലും അങ്ങനെ. അപ്പം അങ്ങനെ ഈ മുറിയിൽ അടി കഴിഞ്ഞിട്ട് അദ്ദേഹം കൈ ഇങ്ങനെ വെക്കുമ്പോൾ ചോര നനഞ്ഞ കൈ ഭിത്തിയിൽ ഇങ്ങനെ പതിഞ്ഞിട്ട് ആ വിരലടയാളം അങ്ങനെ പതിഞ്ഞ് കിടന്നിരുന്നു. ഒരിക്കൽ പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ വെച്ച് പോയിട്ട് ഒരം പോയി ഭിത്തിയെ ചാഞ്ഞ് പറ്റിയിരുന്നിട്ട് ആ ഒരത്തിൻ്റെ പാടിങ്ങനെ വന്നിട്ട് അവിടെ ചോര ഒഴുകി ഭിത്തിയെ കൂടെ കിടക്കുന്നത് വർഷങ്ങളോളം അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഈ വസ്തു പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രായശ്ചിത്ത കാര്യങ്ങൾ. അച്ഛൻ്റെ അരയിൽ ഇങ്ങനെ ഒരു മുള്ളരഞ്ഞാണം ഉണ്ടായിരുന്നു. അതും മറിയത്രേസ്യയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ അത് ശരീരത്തിനകത്തും മാംസത്തിനകത്തേക്ക് കയറിപ്പോയിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തെ ആശുപത്രി ബോധം കെട്ട് ആശുപത്രി കൊണ്ടുവന്ന ആവശ്യം വന്നപ്പോൾ ആശുപത്രിക്കാർ അദ്ദേഹത്തെ പരിശോധിച്ചപ്പോഴുണ്ട് ഇങ്ങനെ ഒരു സാധനം അവർ പെറുക്കിയെടുത്തു മാംസത്തിനകത്തുനിന്നും. അതൊരു ദൂരെ കളഞ്ഞു. തിരിച്ചു വന്ന അച്ഛൻ്റെ ഏറ്റവും വലിയ സങ്കടം ഇത് നഷ്ടപ്പെട്ടതായിരുന്നു അത്രേ. അച്ഛന് ഇതിനകത്ത് പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അച്ഛൻ്റെ അടുപ്പക്കാരായ 2-3 പേരോട് പറഞ്ഞ് 2-3 തരത്തിലുള്ള തൊടലുകൾ വാങ്ങിച്ചു. എന്തിനാന്ന് ചോദിച്ചാൽ അവിടെ കെട്ടാനെന്നൊരു പറഞ്ഞു. പക്ഷേ അത് അച്ഛന് ഈ മുളഞ്ഞൻ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിച്ച് പങ്കുവെക്കുന്ന നിങ്ങൾ ഇങ്ങനത്തെ പണി ഇന്നുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ നമുക്കൊരു സ്പിരിറ്റ് വേണം, നമുക്കൊരു ചൈതന്യം വേണം, പ്രായശ്ചിത്തത്തിൻ്റെ ചൈതന്യം. ഇത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ തന്നെയുള്ള ബലപ്രയോഗത്തിൻ്റെ ഈ വിശുദ്ധിയുടെ കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. വീണ്ടും പറയുകയാണ്, തമ്പുരാൻ നിരക്കുള്ള സ്നേഹവും നമ്മുടെയും മറ്റുള്ള ആത്മരക്ഷയിലുള്ള തീഷ്ണതയും ഇതുകൊണ്ട് ജ്വലിക്കണം. ഇതാണ് പ്രായശ്ചിത്ത ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഇതില്ലാതെ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഏച്ചുകെട്ടാൻ പോകുന്നവർ അപകടം പിടിച്ചു വരുത്തും, സാത്താൻ്റെ കൈ കെണിപ്പെടും, അത് കുറച്ച് കഴിയുമ്പോൾ നിർത്തും, അവകാശരാകും. അത് പണിക്ക് പോകരുത്. ദൈവസ്നേഹം കൊണ്ടും ആത്മരക്ഷയിലുള്ള തീഷ്ണത കൊണ്ടും ജ്വലിക്കട്ടെ. അങ്ങനെ നീങ്ങുമ്പോൾ നമുക്ക് തമ്പുരാൻ പരിശുദ്ധാത്മ നയിച്ച് കാണിച്ചു തരും എവിടെയാണ് നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ളത്. പ്രായശ്ചിത്തത്തിൻ്റെ ഒരു ചൈതന്യം നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയുള്ള ഇരുമ്പ് ഉപകരണങ്ങളും മുളഞ്ഞാനും ഒക്കെ എടുക്കുന്നതിനേക്കാളുപരി ഈ ഒരു ചൈതന്യം എടുക്കാൻ നമുക്കെപ്പോഴും ഒരു നോയമ്പിൻ്റെ ചൈതന്യം വേണം. നോയമ്പ് നമുക്കറിയാം, 50 നോമ്പുണ്ട്, 25 നോയമ്പുണ്ട്, 15 നോമ്പ്, 8 നോമ്പ്, 3 നോമ്പൊക്കെ ഉണ്ട്. ചിലപ്പോൾ അതിന് പുറമെ നമ്മൾ നോയമ്പ് എടുക്കാറുണ്ട് ഒരാഴ്ചയൊക്കെ, അല്ല 21 ദിവസം ദാനിയേലിൻ്റെ നോയമ്പ്, ഉപവാസമൊക്കെ. അങ്ങനെ അതൊക്കെ വെച്ചിട്ടായിട്ട് ചെയ്യണം. അതിനെല്ലാം പുറമെ ഈ പ്രത്യേക അവസരങ്ങൾ നമ്മൾ എടുക്കുന്ന ഒരു ആഘോഷപരമായ നോയമ്പ് പലപ്പോഴും അതിനകത്ത് കുറേ സെൽഫ് ഗ്ലോറിഫിക്കേഷനും ഉണ്ട്. നമ്മളെ തന്നെ വലുപ്പത്തിൽപ്പെടുത്തി കാണിക്കുക. എന്നുവെച്ചാൽ ഞാനിങ്ങനെ നോയമ്പെടുക്കുന്നുണ്ട്, 3 ദിവസം ഉപവസിച്ചു, 2 ദിവസം പ്രാർത്ഥിച്ചു, 40 ദിവസം ഇങ്ങനെ ചെയ്തു, ഒരു തരം ഭക്ഷണം കഴിച്ചുള്ളൂ, അതിൻ്റെ തൃപ്തി
ആൾക്കാർ പറഞ്ഞില്ലെങ്കിൽ പോലും തൃപ്തി തരയ്ക്കാതെ കയറുന്നുണ്ട്. അസിസി പുണ്യവാൻ 40 ദിവസം ഭക്ഷണപാനീയം ഒഴിവാക്കിയിട്ട് ഉപവസിക്കുന്നതായിട്ട്, പാനീയം ഒഴിവാക്കി അധികം ഭക്ഷണം ഒഴിവാക്കി ഉപവസിക്കുന്നതായിട്ട് സംഭവമുണ്ട് ജീവിതത്തിൽ. ഈശോയുടെ മാതൃക അനുകരിച്ചുകൊണ്ടാണ്. 39 ദിവസമായപ്പം ഒരു ചിന്ത വന്നത്രേ, നാളെ 40 ദിവസമോ ഉപവാസം, ഈശോയെ പോലെ ഞാനും 40 ദിവസം ഉപവസിച്ചു. ഈ ചിന്ത വന്നതേ അദ്ദേഹം അപകടം മണത്തറിഞ്ഞു. അത് എന്ത് ചെയ്തറിയാവോ? 39 ദിവസം വൈകുന്നേരമേ ഭക്ഷണം കഴിച്ചു. അഹങ്കാരത്തെ തോപ്പിക്കാൻ, തകർക്കാൻ. നമുക്കിത് വലിയ കെണിയാണ്. നമ്മൾ ചെയ്യുന്ന പുണ്യങ്ങൾ, നമ്മൾ മുഴുവൻ കൊന്ന് ചെല്ലുന്നു, കരുണക്കൊന്ന് 9 ചെല്ലുന്നു, അല്ല 21 ചൊല്ലുന്നു. ഇത് നമുക്കൊരു അഹങ്കാരത്തിന്റെ വിഷയമാകരുത്, നമ്മുടെ തൃപ്തിയുടെ വിഷയമാകരുത്, പങ്കുവെക്കലിന്റെ തിളക്കത്തിന്റെ വിഷയമാകരുത്. മറിച്ച് നമ്മുടെ തീക്ഷ്ണതയുടെ വിഷയമാകണം, തീക്ഷ്ണതയുടെ വിഷയം അങ്ങനെ എടുക്കണം. അപ്പോൾ നമ്മൾ ഈ 50 നോമ്പ് 20 നോമ്പ് അങ്ങനെ നോമ്പുകൾ അത് പങ്കിട്ട് തന്നെ ചെയ്യണം. അതൊന്നുമല്ലാതെ അതെല്ലാം പുറമേ നിരന്തരം നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും എന്തെങ്കിലും ഒരു നോയമ്പ് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും ഒരു നോയമ്പ്. അതെങ്ങനെയാണ്? ചില ആൾക്കാർ ചിലപ്പോൾ മാംസഭക്ഷണം പൂർണ്ണ ഒഴിവാക്കിയ കാച്ചാം, അല്ല ഇനി മീൻ കഴിക്കുന്നേ ഇല്ല. അങ്ങനെ ചെയ്യണ്ടെന്ന് ഞാൻ പറയും. ഒരു വിവേകത്തിൻ്റെ വാക്ക് കൂടിയാണ്. നമുക്ക് ഭക്ഷണപദാർത്ഥം എല്ലാം ആവശ്യമുണ്ട് എന്ന് കരുതുക. വേണ്ടെങ്കിൽ വേണ്ട എങ്കിൽ പോലും പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് ചെയ്യാവുന്ന 1 മാസത്തേക്ക് മാംസഭക്ഷണം ഒഴിവാക്കുക. 1-ാം തീയതി മുതൽ 30-31 തീയതി വരെ ഈ മാസം മാംസം ഭക്ഷിക്കില്ല. അടുത്ത 1-ാം തീയതി 30 കഴിയുമ്പോൾ 10-ാം തീയതി മുതൽ മത്സ്യം ഒഴിവാക്കുന്നു. അടുത്ത 1-ാം തീയതി മുതൽ എന്നതാ മുട്ട, അല്ലെങ്കിൽ വറുത്തത്, അല്ലെങ്കിൽ പൊരിച്ചത്, അല്ലെങ്കിൽ മധുരം, പഞ്ചസാര ഉപയോഗിക്കുന്നില്ല, അച്ചാറ്, ഇഷ്ടപ്പെട്ടത് എന്തോ. അങ്ങനെ നമുക്ക് നിരന്തരമായൊരു നോയമ്പിൻ്റെ ചൈതന്യം ഉള്ളത് നല്ലതാണ്. ഓരോ മാസം നിയോഗം വെച്ച് എടുത്ത് നോക്കി. ചില ഐറ്റമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതും കൊതിയുള്ളതും രസമുള്ളതും ഭക്ഷണപദാർത്ഥങ്ങൾ ശരീരത്തിൻ്റെ മേഖല അത് കരുത്തേ അല്ല, ആരോഗ്യകരവും അല്ല എന്നുള്ളത് നമുക്ക് ജീവിതകാലം മുഴുവനിലേക്ക് അവൻ നോ വെക്കാം. എനിക്ക് ആ സാധനം വേണ്ട, ഈ സാധനം ഞാൻ കഴിക്കുന്നേ ഇല്ല, തീരുമാനമെടുക്കാം. അതേസമയം ശരീരത്തിന് ആരോഗ്യപരമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ അങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിനേക്കാളും 1 മാസം 2 മാസമൊക്കെ വീതം മാറ്റിവെച്ച് അങ്ങനെ എന്നും ഒരു നിയന്ത്രണം വേണം. അത് ഭക്ഷണകാര്യത്തെ മാത്രം. ഇവിടെ നമ്മൾ ഭക്ഷണം ശരീരത്തിൻ്റെ സുഖാനുഭവങ്ങൾ ബന്ധപ്പെട്ടാണ്. അതിന് വ്യത്യസ്തമായ, അതിന് പുറമേ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ്. ശരീരത്തിൻ്റെ പെനൻസിനേക്കാൾ പ്രായശ്ചിത്തേക്കാളും വലുതാണ് മനസ്സിനെ പ്രായശ്ചിത്തിൽ കീഴ്പ്പെടുത്തുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് സംഭവിക്കുന്ന, നമുക്ക് നിയന്ത്രിക്കാൻ മേലാത്ത കാര്യങ്ങളെ സമചിത്തതയോടെ സ്വീകരിക്കുക. അനുദപിച്ച കള്ളം കുരിശക്കടക്കം പറഞ്ഞത് നമ്മുടെ പാപത്തിന് തക്ക ശിക്ഷയാണ്. എന്നെ സ്വീകരിക്കുന്നു പരിഹാര മനോഭാവത്തോടെ. ഇപ്പോൾ ഉദാഹരണത്തിന് കറണ്ടില്ല ഏതാനും ദിവസങ്ങൾ ജയിക്കും. അതിൻ്റെ ബുദ്ധിമുട്ട് എന്തോ ആയിക്കോട്ടെ, പെറുപിറക്കാതെയും പരാതിപ്പെടാതെ ആ ബുദ്ധിമുട്ടിനെ അഭിമുഖീകരിക്കാതെ കടന്നു പോവുക. വല്ലാത്ത ചൂട്, ഫാനുമില്ല, വേർത്തൊഴുകുന്നു, പരവേശമെടുക്കുന്നു. പരാതിപ്പെടാതെ പെറുപിറക്കാതെ ഒരു പ്രായശ്ചിത്ത സ്വീകരിക്കുക. ഭക്ഷണം വെച്ച് വന്നപ്പോൾ അത് രുചി ശരിയായില്ല, ഉണ്ടാക്കിയപ്പോൾ ഒത്തില്ല, ഉപ്പ് കൂടിപ്പോയല്ലേ, രുചി ഒത്തില്ല, ഒരു രുചിയില്ലാത്ത ഭക്ഷണമാണ് മുന്നേ വന്നിരിക്കുന്നത്. ഒരു പരാതിയും പറയാതെ കഴിക്കുക. ഇങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ള അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും ദുർഗന്ധം, അസൗകര്യം, ആരുടെയെങ്കിലും ഭംഗിയല്ലാത്ത പെരുമാറ്റം, അവിടെ നമ്മൾ സമയത്തോടെ എടുക്കുക. ഇതൊക്കെ നല്ല പ്രായശ്ചിത്ത അനുഭവങ്ങളാണ്, മാർഗങ്ങളാണ്, വളരെ ഫലപ്രദമാണ്. അപ്പോൾ നമുക്ക് ഈശോയുടെ ഈ ചമ്മട്ടിയുടെ അനുഭവം, ഈ ചിന്തകളെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് ധ്യാന വിഷയമാക്കാം. അമ്മയുടെ പള്ളിക്കൂടത്തിരുന്നു കൊണ്ട് ഈ ഈശോയെ നോക്കി നമുക്ക് പഠിക്കാം. ഒരു പ്രായശ്ചിത്ത ചൈതന്യം നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ചമ്മട്ടിയുടെ ഏറ്റ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രായശ്ചിത്ത അഭിഷേകത്തിലായിരിക്കാൻ, അല്ലെ പരിഹാര ചൈതന്യത്തിലായിരിക്കാൻ തമ്പുരാനെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
നമുക്ക് നമ്മുടെ ഉള്ളങ്ങളെ ദൈവഗാന സന്നദ്ധിയിൽ പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തരൂപനായി ഞങ്ങളുടെ മധ്യ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരായിരിക്കുന്ന ഭവനങ്ങളിലേക്ക് അങ്ങ് കടന്നു വരികയാണല്ലോ. അങ്ങ് ഞങ്ങളുടെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു, സ്നേഹിക്കുന്നു, കുമ്പിട്ട് ആരാധിക്കുന്നു. അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കി ജീവിതത്തിലേക്ക് നോക്കി പഠിക്കുവാൻ പരിശുദ്ധ നമ്മുടെ പള്ളിക്കൂടത്ത് ഞങ്ങൾ ഇരിക്കുകയാണല്ലോ. ജപമാലയിലൂടെ ഞങ്ങൾ ധ്യാനിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ അങ്ങ് ചമ്മട്ടിയിലേറ്റ രംഗം ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. കഴുത്തോടിമേൽ അങ്ങ് കെട്ടപ്പെട്ടു. ഞങ്ങൾക്കറിയാം, കയറുകൊണ്ട് അങ്ങ് കെട്ടിയില്ലേലും അങ്ങ് അവിടുന്ന് പോകുമായിരുന്നില്ല. അങ്ങ് കെട്ടപ്പെട്ട് നിൽക്കുന്നത് ആബാപിതാവിൻ്റെ സ്നേഹത്തിലാണ്, മനുഷ്യ മക്കളാൽ ഞങ്ങളുടെ സ്നേഹത്തിലാണ്. ആ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ ഉള്ളങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിയാനും ആ സ്നേഹത്താൽ ജ്വലിച്ച് സഹോദരങ്ങൾക്ക് വേണ്ടി സ്വയം ബലിയാകാനുള്ള പ്രായശ്ചിത്ത അഭിഷേകത്തിലേക്ക് വരാൻ ഞങ്ങൾക്ക് സാധിക്കുക. ആദ്യമായ കൊച്ചു കുഞ്ഞുങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈ സ്വർഗീയ ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ പ്രായശ്ചിത്ത ചൈതന്യം എന്തുമാത്രം അവരെടുത്തു. കൊച്ചു കുരുന്നുകളായിരുന്നിട്ട് പോലും വളരെ ഞാണം പോലെ കെട്ടി. അമ്മ അത് കണ്ടിട്ട് തടഞ്ഞില്ല. ഞങ്ങൾ മനസ്സിലാക്കട്ടെ ഈശോയെ. വിശുദ്ധ മറിയം ത്രേസ്യായും ജോൺ മരിയ വിയാനിച്ചനും അതുപോലെ അനേക വിശുദ്ധർ ഇതുപോലെയുള്ളൊരു പ്രായശ്ചിത്ത ജീവിതം നയിച്ചിരുന്നവർ ഒരുപാട് മേഖലകളിൽ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ജീവിതങ്ങൾ വായിച്ച് കേട്ടു. ഞങ്ങൾക്ക് അവയെല്ലാം ഒത്തിരി അകലെയുള്ളതായിട്ട്, അന്യമായിരിക്കുന്നതായിട്ട്, ശീലമില്ലാത്തതായിട്ട്, പരിചയമില്ലാത്തതായിട്ട് തോന്നിപ്പോകുന്നു. ബെനറ്റ് 16 പാപ്പ പഠിപ്പിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. പ്രായശ്ചിത്തവും പരിഹാരവും പഴഞ്ചൻ കാര്യങ്ങളായി മാറിപ്പോയിരിക്കുന്നു. അങ്ങനെയല്ല, അതുവഴിയായിട്ട് വലിയ ആത്മീയ കരുത്ത് നമുക്കും മറ്റവർക്കോട് നേടാൻ പറ്റും. ഈശോയെ, അങ്ങ് അങ്ങനെയാണ് രക്ഷ നേടിയെടുത്തത്. അങ്ങയുടെ ചമ്മട്ടിയുടെ അനുഭവം ഒരു പ്രായശ്ചിത്ത അനുഭവമായിട്ട് അങ്ങ് സ്വീകരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. പരിഹാരം ബലിയാകാനുള്ള ഒരുക്കം ഈ ഒരു ചൈതന്യം ഞങ്ങൾക്ക് പകർന്നു തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം ഒരു പ്രായശ്ചിത്ത അരൂപി ഞങ്ങൾക്ക് തരണമേ. പ്രായശ്ചിത്ത ചൈതന്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അതിന് അടിസ്ഥാനമായിട്ടുള്ള ദൈവസ്നേഹം ഞങ്ങൾ ജ്വലിപ്പിക്കണമേ. ആ ദൈവസ്നേഹത്തിൽ നിന്നും ഞങ്ങളുടെ മറ്റുള്ളവരുടെ നിനക്കുള്ള ആത്മരക്ഷയ്ക്കായുള്ള തീഷ്ണത കൊണ്ട് ഞങ്ങൾ കത്തട്ടെ. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ ഒരു ഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. വചനപ്രഘോഷകനായ വിശുദ്ധ അന്തോനീസേ, പുണ്യശലമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവായ ദൈവമേ, വിശുദ്ധ കത്തോലിക്ക സഭയിലടി ദാസനം കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും പലാരൂപത്തിലെ വാഗോൻ മണ്ഡപ ധ്യാനകേന്ദ്രത്തിൽ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ പരിശുദ്ധ പരമ ദിവികാരന്റെ സാന്നിധ്യം കരങ്ങളിൽ സംഭവിച്ചുകൊണ്ട് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അങ്ങയുടെ ആശീർവാദാസം നൽകുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ, ഇവിടെ എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ, നിയോഗ മേഖലകളോടും കൂടെ
വളരെ പ്രത്യേകമായി ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ത്യാഗങ്ങൾ കാഴ്ചവെച്ചും പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിച്ചും പ്രാർത്ഥനകൾ സമർപ്പിച്ചും ഈശോയോട് ചേർന്ന് സ്വർഗത്തിലേക്ക് ശേഖരിക്കാൻ പരിശ്രമിക്കുന്ന ഓരോ വ്യക്തിയുടെയും കൂടെ 100 ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.